ഇന്ന ഏജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏർലി 20s എന്ന് പറയുന്നത് ചാൻസസ് ഫോർ ഇൻഫെർട്ടിലിറ്റി, PCOD വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എഗ്ഗിൻ്റെ കൗണ്ട്, ക്വാളിറ്റി ഓഫ് എഗ്ഗ്, ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഏജ് കൂടുന്തോറും ക്വാളിറ്റി ഓഫ് എഗ്ഗ് കുറയാനുള്ള സാധ്യതയുണ്ട്. പ്രഗ്നൻസി ഡിഫിക്കൽട്ട് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് അപ് ടു ലൈക്ക് യുവർ ചോയ്സ് അറ്റ് ദ എൻഡ്. ചില സ്ത്രീകൾക്ക് ഹസ്ബൻഡ് പോലും അടുത്ത് വരുന്ന ഹസ്ബൻഡ് ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതുപോലും പറ്റില്ല. പ്രഗ്നൻസി ഈസ് വെരി ഈസി. നമ്മൾ ഡിലേ ചെയ്യുന്തോറും, നമ്മൾ ഏജ് കൂടുന്തോറും നമുക്ക് ഏജ് റിലേറ്റഡ് പ്രശ്നങ്ങൾ വരാം. നമുക്ക് മെയിൽ ആണെങ്കിലും അവർക്കും ഏജ് കൂടുന്തോറും സ്പേം കൗണ്ട് കുറയും. പേഷ്യൻറ്റ് പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രഗ്നൻസി ടെസ്റ്റ് കൺഫേം ചെയ്യുക. കാർഡ് ടെസ്റ്റ് മാത്രമല്ല, ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ഡു എ ബ്ലഡ് ടെസ്റ്റ് ഓൾസോ, ബിക്കോസ് ഇപ്പോൾ കാർഡ് ടെസ്റ്റുകളൊക്കെ ഫാൾസ് പോസിറ്റീവും കാണിക്കുന്നുണ്ട്. വെൽനസിൽ ഡോക്ടർ ശീതൽ, ഗൈനക്കോളജിസ്റ്റ്. ഹായ് ഡോക്ടർ. ഹായ്. ഏർലി 20s പ്രഗ്നൻസിക്ക് ബെസ്റ്റ് ടൈം ആണോ? കാരണം ഒരുപാട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഏർലി 20s ആണ് പ്രഗ്നൻ്റ് ആവാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം, അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ഒരു ബെസ്റ്റ് ഏജ് എന്ന് ഉണ്ടോ? അങ്ങനൊരു ഇന്ന ഏജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏർലി 20s എന്ന് പറയുന്നത് ചാൻസസ് ഫോർ ഇൻഫെർട്ടിലിറ്റി, ഏജ് റിലേറ്റഡ് റിസ്ക്, അതായത് ഇൻഫെർട്ടിലിറ്റി ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയാൽ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്, അതായത് അബോർഷൻ, നമുക്ക് അതുപോലെ തന്നെ ബ്ലീഡിങ് ആവാനുള്ള സാധ്യത, പിന്നെ BP വരാനുള്ള സാധ്യത, അതും പോട്ടെ. ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ നമുക്ക് എന്താ പറയുക, കൂടുതലും വരുന്നത് സിസേറിയൻ സെക്ഷൻ ആവാനുള്ള സാധ്യത കൂടുതൽ, നോർമൽ ഡെലിവറിയിലേക്കുള്ള സാധ്യത കുറവ്. അതൊക്കെ ഏജ് റിലേറ്റഡ് ആയിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് ഏർലി 20s നല്ലതാണെന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു കട്ട് ഓഫ് നമ്മൾ പറയുന്നില്ല. ഇപ്പോഴും ഇപ്പം എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ വെൻ ദ കപ്പിൾ ഇസ് റെഡി ടു ഹാവ് എ ബേബി വിത്ത് ദം, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ടൈം. ഓക്കെ. പിന്നെ നമ്മളിപ്പം 30s കഴിയുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കാറില്ലേ ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, അങ്ങനെയൊക്കെ ആവാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. പിന്നെ നമ്മൾ 25 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇറഗുലർ സൈക്കിൾസ്, നമ്മളെ ലൈഫ് പാറ്റേൺ തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് PCOD വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എഗ്ഗിൻ്റെ കൗണ്ട്, അതായത് നമ്മൾ AMH എന്ന് പറഞ്ഞ ഹോർമോൺസ് ഒക്കെ നോക്കും, അതിൻ്റെ കൗണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. ക്വാളിറ്റി ഓഫ് എഗ്ഗ്, ക്വാളിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഏജ് കൂടുന്തോറും ക്വാളിറ്റി ഓഫ് എഗ്ഗ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഏർലി 20s നല്ലതാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് ബയോളജിക്കൽ പെർസ്പെക്റ്റീവിലേ പറയാൻ പറ്റുള്ളൂ. കമ്മിങ് ടു എ പ്രാക്ടിക്കൽ വേ, ഇപ്പോൾ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ അല്ലേ. നമ്മൾ കരിയർ വൈസ് സെറ്റിൽഡ് ആവില്ല. പഠിത്തം വെച്ചിട്ട് എഡ്യൂക്കേഷൻ വൈസ് ഓൾസോ വി വോണ്ട് ബി സെറ്റിൽഡ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചാടിക്കയറി പ്രഗ്നൻ്റ് ആവണമെന്ന് ഒരിക്കലും പറയില്ല. ഇറ്റ്സ് അപ് ടു ഇൻഡിവിജ്വൽ ചോയ്സ് ആണത്. ഇറ്റ്സ് ബെറ്റർ ഏർലി ആവുന്നെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഇപ്പം വാക്സിൻസ് ഒരുപാട് എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് രോഗങ്ങളുണ്ട്. പ്രഗ്നൻസിക്ക് മുന്നേ നമ്മൾ നിർബന്ധമായി എടുത്തിരിക്കേണ്ട വാക്സിൻസ് അങ്ങനെയുണ്ടോ? നിർബന്ധം എന്ന് പറയാൻ ഇല്ല. ഇറ്റ് ഈസ് ഓൾസോ ഇൻഡിവിജ്വൽ ചോയ്സ്. ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ പ്രഗ്നൻസി, അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 months ബിഫോർ എങ്കിലും നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് റുബെല്ല വാക്സിനാണ്. കാരണം അത് പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ, ഏർലി പ്രഗ്നൻസി എസ്പെഷ്യലി, നമുക്ക് അംഗവൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്, അബോർഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് റുബെല്ല വാക്സിൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ കമ്മിങ് ടു ചിക്കൻ പോക്സും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്നത് നമ്മൾ H1N1 ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് നല്ലതാണ്. പിന്നുള്ളത് നമ്മൾ കോവിഡിൻ്റെ ഇറയാണല്ലോ, അപ്പം കോവിഡ് വാക്സിനേഷൻ നല്ലതാണ്. അതിലും നല്ലത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ HPV വാക്സിൻ, അതായത് ഹ്യൂമൻ പാപ്പിലോമ, നമ്മൾ സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ്, ക്യാൻസർ പ്രതിരോധിക്കാനുള്ള വാക്സിൻ, അതും എടുക്കുന്നത് നല്ലതാണ്. ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ചെയ്യുന്ന പ്രഗ്നൻസിയാണ് നല്ലത്. പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. നമ്മൾ ഇന്ന വാക്സിൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെടുക്കണം. ആൻഡ് ഓൾസോ കമ്മിങ് ടു ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ, അതും എടുക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് വൈറൽ ഇൻഫെക്ഷൻ വഴി വരുന്ന എന്താ പറയുക ലിവർ ഡിസീസസ്, അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ. ഈ കോവിഡിൻ്റെ തന്നെ 3 സെക്ഷൻ ഓഫ് വാക്സിൻ ഇല്ല, അങ്ങനെ എല്ലാം എടുക്കണമെന്നുണ്ടോ? എല്ലാം എടുക്കണമെന്നും പറയില്ല. ഇഫ് യു ആർ റെഡി നമുക്ക് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇറ്റ്സ് ഓൾസോ ആൻ ഇൻഡിവിജ്വൽ ചോയ്സ്. നമ്മൾ പറഞ്ഞത് പ്ലാൻ പ്രഗ്നൻസി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഷോട്ടെങ്കിലും എടുക്കുന്നതാണ് നല്ലത്. പ്രഗ്നൻസി റിലേറ്റഡ് ഒരുപാട് മിത്തുകളുണ്ട്. അതിലൊന്നാണ് സ്പേം ഹെൽത്തി ആണെങ്കിൽ, മിത്താണോ അല്ലേന്ന് എനിക്കറിയില്ല, സ്പേം ഹെൽത്തി ആണെങ്കിൽ പ്രഗ്നൻസി ലേഡിക്ക് ഈസി ആയിരിക്കും എന്നുള്ളത്. പ്രഗ്നൻസി ഈസി ആയിരിക്കും ഇൻ ദ സെൻസ് എങ്ങനെ ഈസി ആയിരിക്കും എന്നാണ്? പ്രഗ്നന്റ് ആവാൻ മോർണിംഗ് സിക്നസ്. അയ്യോ, അത് ടോട്ടലി ഒരു മിത്ത് തന്നെയാണ്. ആക്ച്വലി സ്പേം ഹാസ് നത്തിങ് ടു ഡു വിത്ത് മോർണിംഗ് സിക്നസ് വരുന്നത് നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ഹോർമോൺസ് വെച്ചിട്ടാണ്. ഹോർമോൺസ് കൂടി വരും. ഹെൽത്തി പ്രഗ്നൻസി ആകുമ്പോൾ ഹോർമോൺസ് കൂടും, അപ്പോൾ നമുക്ക് മോർണിംഗ് സിക്നസ് വരും. പിന്നെ അതുപോലെ തന്നെ ഹോർമോൺ റിലേറ്റഡ് നമുക്ക് കുറേ ചേഞ്ചസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ചില സ്ത്രീകൾക്ക് ഹസ്ബൻഡ് പോലും അടുത്ത് വരുന്ന ഹസ്ബൻഡ് ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതുപോലും പറ്റില്ല. പിന്നെ നമുക്ക് ചില ഫുഡുകളുടെ സ്മെല്ല് പറ്റില്ല. അതൊക്കെ നോർമലാണ്. പിന്നെ ഹോർമോൺ റിലേറ്റഡ് നമുക്ക് ഗ്യാസ്ട്രിക് എംറ്റിങ്, അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചാലും നമ്മൾ ടമ്മി എംറ്റി ആയി വരാൻ കുറച്ചുകൂടെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ നമുക്ക് പിന്നെയും ഫുഡ് കഴിക്കാനും തോന്നില്ല. അപ്പോൾ വീൽ സ്റ്റാർട്ട് ഓൺ ത്രോയിങ് അപ്പ്. ഇത് ആക്ച്വലി ഹോർമോൺ റിലേറ്റഡ് ചേഞ്ചസ് ആണ്. അതിന് സ്പേംസുമായിട്ട് ഒന്നും ചെയ്യാനില്ല.
ഡോക്ടറിൻ്റെ അടുത്ത് പേഷ്യൻസ് വേറെ എന്തെങ്കിലും മിത്തുകളെ പറ്റി ഇങ്ങനെ ചോദിക്കാറുണ്ടോ? മിത്തുകളെ പറ്റി ഓബ്വിയസ്ലി ചോദിക്കാറുണ്ട്. ഒരുപാട് ശരിക്കും ഭയങ്കര വിയേർഡ് ആയിട്ടുള്ളതൊക്കെ കാണാറുണ്ട്. എന്താ? അപ്പം അതിലിപ്പം കോമൺ ആയിട്ട് വരുന്നത് ലൈക്ക് നമ്മളിപ്പം കോമൺലി എല്ലാവരും ചെയ്യുന്നതാണ് ഐപ്പിൽ യൂസ് ചെയ്യുന്നത്. ആ. ഐപ്പിൽ ആക്ച്വലി നമുക്കിനി ഫ്യൂച്ചർ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത്. അത് ആക്ച്വലി ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ല. ഐപ്പിൽ ജസ്റ്റ് ഫോർ ദാറ്റ് ടൈം ബി ആ ഒരു സമയത്തുള്ള എമർജൻസി കോൺട്രാസെപ്ഷനാണ്. അതിന് ഇനി ഫ്യൂച്ചർ പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. അത് കോമൺലി ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഐപ്പിൽ യൂസേജ് ഇപ്പം ഭയങ്കരമായിട്ട് കൂടുതലുമാണ്. അത് വരാറുള്ള ഒരു ലൈക്ക് കോമൺലി ചോദിക്കാറുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ നിരന്തരമായിട്ട് ബർത്ത് കൺട്രോൾ പിൽസ് യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ ഓക്കെ. അങ്ങനെ യൂസ് ചെയ്യുന്നവർ ഏതെങ്കിലും പോയിന്റിൽ നിർത്തിയിട്ട് വേണോ കൺസീവ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ ഒരു പാറ്റേണിൽ അതായത് പ്ലാൻ ചെയ്യുവാണെങ്കിൽ എനിക്കിപ്പോൾ കുട്ടികളെ വേണ്ട, ഇപ്പോൾ ഒരു 6 months കുട്ടികളെ വേണ്ട, അങ്ങനെയുള്ളവർ എടുക്കുന്ന ഒരു കോൺട്രാസെപ്റ്റീവ് മെഷർ ഉണ്ട്. അപ്പോൾ സപ്പോസ് കോമൺലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പിൽസാണ്. നമ്മൾ കാണാറുള്ളത് പിൽസാണ്. പിൽസ് എടുക്കുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് മന്ത് തന്നെ സൈക്കിൾസ് നോർമൽ ആവും. പിൽസിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഓവുലേഷൻ അഥവാ അണ്ടോൽപാദനം വരുത്താണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ പിൽസ് നിർത്തി കഴിയുമ്പോൾ നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് യു വിൽ ഗെറ്റ് യുവർ നോർമൽ സൈക്കിൾ. പക്ഷേ ഇറ്റ് മേ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പം ഒരാൾക്ക് ചിലപ്പോൾ നെക്സ്റ്റ് സൈക്കിൾ ഉടനെ കൺസീവ് ചെയ്തു എന്നിരിക്കും, ചിലർക്ക് 2-3 months കഴിഞ്ഞിട്ടേ ആവുള്ളൂ. പക്ഷെ അതൊരിക്കലും പെൽസ് ഇൻഡ്യൂസ്ഡ് ഇൻഫെർട്ടിലിറ്റി വരില്ല. പെൽസ് ഒരിക്കലും ഇൻഫെർട്ടിലിറ്റി ഇൻഡ്യൂസ് ചെയ്യത്തില്ല. അപ്പം ഇതും ആക്ച്വലി ഒരു ഡൗട്ട് പറയാറുണ്ട് പേഷ്യൻസ്. പിന്നുള്ള പ്രഗ്നൻസി ആവാതിരിക്കാൻ പറ്റും, അങ്ങനെ ചാൻസസ് ഉണ്ട്, ഇൻഫെർട്ടിലിറ്റി ചാൻസസ് ഉണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. നമ്മളുടെ റീപ്രൊഡക്ഷൻ സൈക്കിൾ വിൽ കം ബാക്ക് ടു നോർമൽ ആഫ്റ്റർ യു സ്റ്റോപ്പ് ദ പിൽ. സെയിം വിത്ത് മെൻസ്ട്രൽ സൈക്കിള് പിൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പേര് ഡിഫറെൻ്റ് ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ എങ്ങനെ ഇറഗുലർ സൈക്കിൾസ് പിൽസ് അത് ആ പ്രോപ്പർ വേ. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഐപ്പിൽ എടുക്കുകയാണ്, ഐപ്പിൽ ഇറ്റ്സ് ഓൾവേസ് ആൻ എമർജൻസി കോൺട്രാസെപ്ഷൻ. ഈ ഐപ്പിൽ നമ്മൾ ഇങ്ങനെ ഗ്യാസിൻ്റെ ഗുളിക പോലെ കഴിക്കുന്നവരുണ്ട്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കോസ് ഇമെൻസ്ലി ഇറഗുലാരിറ്റീസ്. എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പം നമ്മൾ കോൺട്രാസെപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ പല ടൈപ്പ് കോൺട്രാസെപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് അത് ആദ്യം നമുക്ക് കാറ്റഗറൈസ് ചെയ്യേണ്ടത് താൽക്കാലികമായിട്ടുള്ളതും ഉണ്ട്, അതായത് ടെമ്പററി, പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് വേണ്ടത് പെർമനൻറ്റും. ഓക്കെ, ടെമ്പററിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ടത് ബാരിയർ മെത്തേഡ്സ് ആണ്. ബാരിയർ മെത്തേഡ്സ് ആണ് നമ്മൾ കോണ്ടംസ് ഉണ്ട്, കോണ്ടംസ് മെയിൽ ആൻഡ് ഫീമെയിൽ കോണ്ടംസ്, പിന്നെ ഡയഫ്രം എന്നൊരു ഡിവൈസ് ഉണ്ട്, അത് നമ്മൾ ഫീമെയിൽസ് യൂസ് ചെയ്യുന്നതാണ്. ഇതാണുള്ളത്. പിന്നുള്ളത് നമുക്ക് ഹോർമോൺസ് ആണ്. ഹോർമോൺസ് പല രീതിയിലുണ്ട്. അത് പിൽസ് ഉണ്ട്, ഇഞ്ചെക്ഷൻസും ഉണ്ട്, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ്ലി നമുക്ക് ഡിവൈസസ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിവൈസസിൽ തന്നെ ഹോർമോൺ റിലീസ് ചെയ്യാത്ത ഡിവൈസ്, അതായത് കോപ്പർട്ടി, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊക്കെയുണ്ട്. പിന്നെ ഉള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഡിവൈസിൽ നമുക്ക് ഇംപ്ലാന്റ് എന്ന് പറയും. അത് നമ്മളുടെ കൈയുടെ അടിയിൽ, നമുക്ക് ഈ ഇന്നർ ആസ്പെക്റ്റ് ഓഫ് ആമിലിൻ്റെ അടിയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരെണ്ണമാണ്. അപ്പം അതെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എത്ര നാളാണോ വേണ്ടത് അത്രയും നാളത് വെക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് വിത്ഡ്രോ ചെയ്താൽ മതി. അതായത് ആ ഇംപ്ലാന്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ബാക്ക് ടു ഫെർട്ടിലിറ്റി. ഇത് ഇത്രയും ടെമ്പററി മെത്തേഡ്സ് ആണ്. കമ്മിങ് ടു പെർമനൻറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രസവം നിർത്തുക എന്നുള്ളതാണ്. ആൻഡ് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും 100% അല്ല. എല്ലാത്തിനും ഒരു ഫെയിലിയർ റേറ്റ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫെയിലിയർ റേറ്റ് വരുന്നത് നമ്മളുടെ കോണ്ടംസിനൊക്കെയാണ്. അതിനൊരു 20% ഫെയിലിയർ റേറ്റ് വരും. പിന്നെ നമ്മൾ പിൽസിലേക്കാണ്, അത് ഹോർമോൺസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, അതായത് ഇഞ്ചെക്റ്റബിൾ ഫോംസ് ഉണ്ട്, ഹോർമോൺസ് ടാബ്ലറ്റ് ഫോംസ് ഉണ്ട്, അതിനൊക്കെ ഫെയിലിയർ റേറ്റ് വരുന്നത് 20% അറൗണ്ട് വരും. പിന്നെ ഞാൻ പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവൈസസ്, യൂട്രസിൽ ഉള്ളിലിടുന്ന ഹോർമോൺ റിലീസിങ് ഡിവൈസ്, അതുപോലെ തന്നെ ഹോർമോൺ റിലീസ് ചെയ്യാത്ത ഡിവൈസാണ് നമ്മൾ കോപ്പർട്ടി. അത് പിന്നെ ഇംപ്ലാന്റോൾ ഇപ്പം കുറേ ഭയങ്കര ലൈക്ക് സെലിബ്രിറ്റീസിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര കോമൺ ആണ്. അപ്പം അതിനും ആക്ച്വലി ഫെയിലിയർ റേറ്റ് കുറവാണ്. ഓക്കെ, ഒരു less than 1% ഉള്ളൂ. അതുകൊണ്ട് ദാറ്റ് ഈസ് ബിക്കമിങ് വെരി പോപ്പുലർ. പിന്നുള്ളത് നമുക്ക് സ്റ്റെറിലൈസേഷൻ, അത് പ്രസവം നിർത്തുക എന്നുള്ളൊരു ശസ്ത്രക്രിയയാണ്. അതും ഫെയിലിയർ റേറ്റ് less than 1% ഉള്ളൂ. ആളുകൾ ഇപ്പോഴും പറയുന്നത് ടെക്നോളജി ഒരുപാട് അഡ്വാൻസ് ആയി, പ്രഗ്നൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രസവത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല പ്രഗ്നൻസി എത്ര ഡിഫിക്കൽട്ടാണ്. ദേ സ്റ്റിൽ തിങ്ക് പ്രഗ്നൻസി ഈസ് ഈസി. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കമൻസുകൾ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ പറയാനുള്ള എന്താണ്? പ്രഗ്നൻസി ഡിഫിക്കൽട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് അപ് ടു ലൈക്ക് യുവർ ചോയ്സ് അറ്റ് ദ എൻഡ്. നിങ്ങളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏർലി 20s നമ്മുടെ യങ് ഏജിൽ ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ ബേബി, അപ്പോൾ നമ്മൾ ആക്ച്വലി ഭയങ്കര ഹെൽത്തിയാണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മെയിൻലി കോമൺലി ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഹോർമോൺ ഇംബാലൻസ് കാര്യങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ദാറ്റ് ടൈം പ്രഗ്നൻസി ഈസ് വെരി ഈസി.
നമ്മൾ ഡിലേ ചെയ്യുന്തോറും നമ്മൾ ഏജ് കൂടുന്തോറും നമുക്ക് ഏജ് റിലേറ്റഡ് പ്രശ്നങ്ങൾ വരാം. മോസ്റ്റ് കോമൺലി PCOS പോലെ. അപ്പോൾ നമുക്ക് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരും. ഇപ്പോൾ കമ്മിങ് ടു മെയിൽ ആണെങ്കിലും അവർക്കും ഏജ് കൂടുന്തോറും സ്പേം കൗണ്ട് കുറയും, ഹെൽത്തി സ്പേംസിൻ്റെ കൗണ്ട് കുറയും, മോട്ടിലിറ്റി കുറയും. അത് ഉണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് മെയിൻലി നമുക്ക് വരുന്നത് ഓവർ വെയിറ്റ് വരും. പിന്നെ നമുക്ക് ഏജ് റിലേറ്റഡ് PCOD ഉണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഏജിൻ്റെ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി ഓഫ് എഗ്, പുവർ ക്വാളിറ്റി എഗ്സ് വരുമ്പോഴത്തേക്ക് ഹെൽത്തി ബേബി വരാനുള്ള സാധ്യത കുറയും. ഇനിയിപ്പോൾ അഥവാ പ്രഗ്നൻ്റ് ആയാൽ പോലും ഇപ്പം നമ്മളൊരു 30s പ്രഗ്നൻ്റ് ആവുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ അബോർഷൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയി നമുക്ക് ആദ്യത്തെ 3 മാസം നമ്മളുടെ റിസ്ക് ഫോർ അബോർഷൻ കൂടുതലാണ്. ഇനി അത് മുന്നോട്ട് പോയി എന്നിരിക്കട്ടെ, അപ്പോഴും നമുക്ക് നല്ലൊരു ഹെൽത്തി ബേബിയെ കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറയും കമ്പയർഡ് ടു യങ്സ്റ്റേഴ്സിൽ പ്രഗ്നൻ്റ് ആകുന്നത്. 20 വയസ്സിലൊക്കെ പ്രഗ്നൻ്റ് ആകുമ്പോൾ നമുക്ക് ഹെൽത്തി ബേബി കിട്ടുന്ന പോലെ നമുക്ക് 30 കഴിയുമ്പോൾ കിട്ടണം എന്നില്ല. ബുദ്ധിമാന്ദ്യം, അതായത് ഡൗൺ സിൻഡ്രോം പോലുള്ള ബേബീസ് വരാം, ഓട്ടിസം ഉള്ള ബേബീസ് വരാം, അതിനൊക്കെ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രഗ്നൻസി ഡിഫിക്കൽട്ട് എന്നല്ല, ഇറ്റ് ഡിപ്പെൻസ് വെൻ യു ആർ പ്ലാനിങ് ടു ഹാവ് എ ബേബി. അപ്പം നമ്മൾ കുറേ ലേറ്റായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് ഇപ്പം കണ്ടുവരുന്നത് കൂടുതലും എല്ലാവരും ലേറ്റായിട്ടാണ്. അതായത് കരിയറിൽ സെറ്റിലായിട്ട് എല്ലാവരും ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന ഒരു 30 കഴിയുമ്പോൾ അറൗണ്ട് 35 ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ പറയുന്ന പോലെ കോമൺലി പ്രഗ്നൻസി ഈസ് ഗെറ്റിംഗ് വെരി ഡിഫിക്കൾട്ട്. ഇതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞല്ലോ. സെയിം ബ്ലഡ്, അതായത് കസിൻസിനെ കല്യാണം കഴിക്കുന്നത്, ഒരു ഫാമിലി റിലേറ്റഡ് കല്യാണം കഴിക്കുന്നതിൽ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഉണ്ട്. കാരണം ചില അസുഖങ്ങൾ ഫാമിലീസിൽ റൺ ചെയ്യുന്ന ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അപ്പം അവർ കല്യാണം കഴിക്കുമ്പോൾ സെയിം ഫാമിലിയിൽ നിന്ന് തന്നെ കല്യാണം കഴിയുമ്പോൾ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് അത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു, നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കണം എന്നുള്ളത്. ഇപ്പം നമ്മൾ അവെയറായി, നമ്മൾ കുറേ കൂടി എഡ്യൂക്കേറ്റഡായി ഇപ്പോൾ കഴിയുന്നത് ആൾക്കാർ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു പ്രശ്നമാണ് മെയിനായിട്ടും. പ്രത്യേകിച്ചും കണ്ടുവരുന്നത് നമ്മൾ ഈ ബ്ലഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. ഹീമോഫീലിയ പോലത്തെ അസുഖങ്ങൾ, അങ്ങനത്തതൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതുപോലെ ഫാമിലീസ് തങ്ങളിൽ കല്യാണം കഴിച്ചാലുള്ള. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണെന്ന ഡോക്ടറിൻ്റെ ഒരു സജഷൻ പ്രകാരം? ഏറ്റവും എഫക്റ്റീവ് എന്നും പറഞ്ഞ ഒരെണ്ണമില്ല. ഇറ്റ് വേരീസ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഒരാൾക്ക് എഫക്റ്റീവായിട്ട് വരുന്നത് മറ്റൊരാൾക്ക് എഫക്റ്റീവ് ആവണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം PCOD ഉള്ളൊരു പേഷ്യൻറ്റ്, അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് സൈക്കിൾസ് ഒരിക്കലും റെഗുലർ ആയിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കോൺട്രാസെപ്റ്റീവ് ചോയ്സ് എപ്പോഴും അവർക്ക് അടിസ്ഥാനപരമായ പ്രശ്നം ഹോർമോൺ ഇംബാലൻസ് ആണ്. അപ്പോൾ അവർക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് വെച്ചാൽ ഇതുപോലെ ഹോർമോൺ പിൽസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിൽസ് ഉണ്ടല്ലോ, ആ പിൽസ് കൊടുക്കാം. ആ പിൽസ് കൊടുക്കുമ്പോൾ അവർക്ക് 2 എഫക്റ്റാണുള്ളത്. ഒന്ന്, അവരുടെ സൈക്കിൾസ് കറക്റ്റ് ആവും, പിന്നെ ഒരു പ്രഗ്നൻറ്റും ആവത്തില്ല. ഓക്കെ, അങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഫീഡ് ചെയ്യുന്ന, ഇപ്പോൾ റീസെൻ്റ്ലി അതായത് ഒരു ഡെലിവറി കഴിഞ്ഞു ഫീഡ് ചെയ്യുന്ന ഒരു അമ്മയാണ്, അവർക്കിപ്പോൾ ഒരു കുറച്ച് നാളത്തേക്ക് പ്രഗ്നൻസി വേണ്ട. അവർക്കുള്ള ചോയ്സ്, അവർക്ക് 2 ചോയ്സാണുള്ളത്. ഒന്നെന്ന് വെച്ചാൽ നമുക്ക് ഹോർമോൺസ് കൊടുക്കാം വിച്ച് ഇസ് സേഫ് ഡ്യൂറിങ് ലാക്ടേഷൻ, അത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് അവർക്ക് കോപ്പർട്ടിയാണ്. കോപ്പർട്ടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നമുക്കൊരു മാക്സിമം 10 years വരെ യൂട്രസിനുള്ളിൽ കിടക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. അവർ വൺസ് ദേ ആർ പ്ലാനിങ് ഫോർ എ ബേബി അവർക്കത് എടുക്കാം. അതുപോലെ അതാണ് ഞാൻ പറഞ്ഞത്, വേരിയസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പം നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടുവരുന്ന ആക്ച്വലി അൺമാരീഡ് ആയിട്ടുള്ള സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കപ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ലിവിങ് ടുഗദറൊക്കെ ഭയങ്കര കോമൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റുന്നത് ഐദർ ദേ ക്യാൻ ഗോ ഹെഡ് വിത്ത് കോണ്ടംസ്. ഇപ്പോൾ കോണ്ടംസിന് ഫെയിലിയർ റേറ്റ് കൂടുതലാണ്, പിന്നെ പേഴ്സണൽ ചോയ്സാണ്, നോബഡി ഈസ് വില്ലിങ് ഫോർ ഇറ്റ്. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് നമുക്ക് ഈ പിൽസ് കൊടുക്കാം. പിൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചെക്റ്റബിൾസ് ഉണ്ട്, അതായത് 1 in 3 months കൂടുമ്പോൾ ഇഞ്ചെക്ഷൻസ് എടുക്കാം. അതും പറ്റില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഇംപ്ലാന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൈയുടെ അടിയിൽ ജസ്റ്റ് ബിനീത് ദ സ്കിൻ ഇടുന്ന ഇംപ്ലാന്റ്സ് ഇട്ട് കൊടുക്കാം. ഇത് അപ്പം ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എഫക്റ്റീവ് 100% എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും ഇല്ല. പിന്നെ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. അവർ ഹാപ്പി ആയിരിക്കണം, സേഫ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് കോൺട്രാസെപ്ഷൻ. STS വരാതിരിക്കാൻ നമ്മൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? അടിസ്ഥാനപരം ബേസിക് ആയിട്ടുള്ളത് സേഫ് സെക്സ് പ്രാക്ടീസ് ആണ്. അതായത് യൂസ് കോണ്ടംസ്, അതും കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഇത് ചിലർ ഇപ്പം നമ്മൾ ക്ലിനിക്സിൽ കണ്ട ചിലപ്പോൾ ഉപയോഗിക്കും, ചിലപ്പോൾ ഉപയോഗിക്കത്തില്ല. അങ്ങനെയല്ല, വെനെവർ യു ആർ ഹാവിങ് എ സെക്ഷുവൽ ആക്ടിവിറ്റി യു ഷുഡ് യൂസ് കോണ്ടംസ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ലൈക്ക് ലിമിറ്റ് യുവർ പാർട്ട്നേഴ്സ്. ഹാവിങ് സെക്സ് വിത്ത് എ സിംഗിൾ പാർട്ട്ണർ. ഇഫ് നോട്ട് പോസിബിൾ നമ്മളിപ്പം മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള എസ്പെഷ്യലി സെക്ഷൽ വർക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു ചോയ്സ് ഇല്ല. അങ്ങനെയുള്ളപ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ ഗോ ഹെഡ് വിത്ത് ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ. അതാണ് ഏറ്റവും നല്ലത് നമ്മളെ STIs പ്രിവെൻറ്റ് ചെയ്യാനുള്ളത്. ആൻഡ് ഓൾസോ അതിൽ വരുന്നൊരു മിത്തെന്ന് വെച്ചാൽ മിക്കുള്ളവരും വിചാരിക്കുന്നത് വജീനൽ സെക്സിൽ മാത്രമേ ഇത് വരുള്ളൂ എന്നാണ്. ഒരിക്കലും അല്ല. ഓറൽ സെക്സ് ഇസ് ഓൾസോ കോസ് ഫോർ STIs. ഇപ്പം ലീഡിങ് കോസ് ഫോർ ക്യാൻസർ, അതായത് ഓറോഫെറിഞ്ചൽ ക്യാൻസർ എന്ന് പറയും, അതായത് നമ്മുടെ തൊണ്ടയുടെ മധ്യഭാഗത്ത് വരുന്ന ക്യാൻസേഴ്സ്, അതിൻ്റെ ഒരു കോമൺ കോസ് ഈ ഓറൽ സെക്സ് ആണ്. അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നത് നമ്മൾ ഡ്യൂറിങ് ഓറൽ സെക്സ് ഓൾസോ യു ട്രൈ ടു യൂസ് കോണ്ടംസ്, ബാരിയർ മെത്തേഡ് യൂസ് ചെയ്യുക.
പിന്നെ ഉള്ളത് റുട്ടീനായിട്ടുള്ള ടെസ്റ്റിംഗ് ആണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ലക്ഷണങ്ങൾ വരാൻ നിങ്ങൾ കാത്തു നിൽക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ലൈക്ക് വൺസ് ഇൻ എ ഇയർ പറ്റുമെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, സ്ക്രീനിങ് മെത്തേഡ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് എസ്പെഷ്യലി ലൈക്ക് ആപ്ലിക്കബിൾ ഫോർ ഹു ആർ സെക്ഷലി വെരി ആക്റ്റീവ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഈ സെക്സ് വർക്കേഴ്സ് പോലുള്ളവർക്കൊക്കെ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് വാക്സിനേഷൻസ് ആണ്. ഇപ്പം നമുക്ക് റുട്ടീൻലി അവൈലബിൾ ആയിട്ടുള്ള വാക്സിനാണ് HPV വാക്സിൻ. അതായത് നമുക്ക് ഗർഭാശയ മുഖഭാഗം അല്ലെങ്കിൽ സെർവിക്സ്, യൂട്രസിൻ്റെ സെർവിക്സിന് വരുന്ന ക്യാൻസേഴ്സ് പ്രിവെൻറ്റ് ചെയ്യാനുള്ളൊരു വാക്സിനാണ്. ആ വാക്സിൻ എടുക്കുക. അപ്പം വാക്സിൻ എടുക്കുക, സ്ക്രീനിങ് ചെയ്യുക. പിന്നെ നമുക്ക് ലക്ഷണങ്ങളുണ്ടെങ്കിൽ സ്വയം ചികിത്സ പാടില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കോമൺലി കണ്ടുവരുന്നത് ഡിസ്ചാർജാണ്. ഡിസ്ചാർജും കൊണ്ട് നടക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക. എന്താണെന്ന് വെച്ചാൽ ഇവാലുവേറ്റ് ചെയ്ത് കാരണം ട്രീറ്റ് ചെയ്യുക. ഡിസ്ചാർജ് നമുക്ക് കോമൺ ആണല്ലോ. അതാണ്. പീരീഡ്സ് വരാറുണ്ട്, ആഫ്റ്റർ പീരീഡ്സ് വരാറുണ്ട്. അത് ശരിക്കും അതാണ് ആ ഡിസ്ചാർജ് കോമൺ എന്ന് പറഞ്ഞല്ലോ. ഇതാണ് പലരുടെയും തെറ്റിദ്ധാരണ. ഡിസ്ചാർജ് ഇസ് കോമൺ. അത് ടൈപ്പ് ഓഫ് ഡിസ്ചാർജ്, എന്ത് ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് ആണ്. കളർലെസ് ഓർഡർലെസ് ഡിസ്ചാർജ് ആണെങ്കിൽ ദാറ്റ് ഇസ് ടോട്ടലി ഫൈൻ. പക്ഷേ ഈ ഡിസ്ചാർജിന് സ്മെല്ല് വരാം, അല്ലെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി മാറാതെ ചിലപ്പോൾ കട്ടി കൂടി നമ്മൾ തൈര് പോലെ പോവാം, അല്ലെങ്കിൽ നമുക്ക് മിൽക്കി വൈറ്റ് ആയിട്ട് പ്രൊഫ്യൂസ് ഡിസ്ചാർജ് വരും. ആ ഡിസ്ചാർജ് ഒക്കെ നോർമൽ എന്ന് പറഞ്ഞ് മിക്കുള്ള സ്ത്രീകളും ഇരിക്കും. അങ്ങനെയല്ല. അപ്പം നിങ്ങൾക്കൊരു കളർലെസ് മ്യൂക്കോയിഡ്, അതായത് നമ്മളെ എഗ് വൈറ്റ് ഉണ്ടല്ലോ, മുട്ട പൊട്ടിച്ചാലുള്ള ആ മുട്ടയുടെ വെള്ള, പൊട്ടിച്ച മുട്ടയുടെ വെള്ള പോലെ ഇരിക്കുന്ന ഡിസ്ചാർജ് ആണെങ്കിൽ ദാറ്റ് ഇസ് നോർമൽ ഡിസ്ചാർജ്. ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുവരുന്ന ഡിസ്ചാർജ് ആണ്. എപ്പാർട്ട് ഫ്രം ദിസ്, ഇതല്ലാതെ ഡിസ്ചാർജ് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണിക്കണം. പിന്നെ ഡിസ്ചാർജ് മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു പ്രൈവറ്റ് ഏരിയയിൽ സ്കിന്നിൽ തന്നെ ചെറിയ ചെറിയ പിമ്പിൾസ് പോലെ എന്തെങ്കിലും വരാം, അല്ലെങ്കിൽ പൊട്ടിയ പല പല അൾസേഴ്സ് പോലെ, അതായത് വ്രണം പോലെ വരാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വെച്ചുകൊണ്ടിരിക്കരുത്. എപ്പോഴും പോയി കാണിക്കുകയാണ് ചെയ്യുക. സ്വയം ചികിത്സ പാടില്ല. ഇതിൽ അടിസ്ഥാനം അതാണ്, സ്വയം ചികിത്സ പാടില്ല. സേഫ് സെക്സ് പ്രാക്ടീസ് ആൻഡ് ഓൾസോ ബാരിയർ മെത്തേഡ് ഷുഡ് ബി യൂസ്ഡ് കൺസിസ്റ്റൻ്റ്ലി. അതായത് കോണ്ടംസ് നിർബന്ധമായിട്ടും ഉപയോഗിക്കണം. അതും കോണ്ടംസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ചിലരുണ്ട് എക്സ്ട്രാ പ്രിക്കോഷന് വേണ്ടിയിട്ട് 2 കോണ്ടംസ് യൂസ് ചെയ്യുന്നവർ. അത് ശരിക്കും വിഡ്ഢിത്തരമാണ്. കാരണം 2 കോണ്ടം യൂസ് ചെയ്ത് ഒബ്വിയസ് എന്തായാലും അത് പൊട്ടും. രണ്ടും തമ്മിലുള്ള ഫ്രിക്ഷൻ കാരണം അത് പൊട്ടിപ്പോവും. അപ്പം പ്രോപ്പറായിട്ടുള്ള കോണ്ടം യൂസേജ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ കാലത്തും പ്രോപ്പർ കോണ്ടം യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കോണ്ടത്തിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ലൂബ്രിക്കേഷൻ യൂസ് ചെയ്യുന്ന, വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്, വാസ്ലിൻ യൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെയും ഫെയിലിയർ റേറ്റ് കൂടും. കാരണം ഈ കോണ്ടത്തിൽ ചെറിയ ചെറിയ ബ്രേക്ക് വരും, നമ്മൾ അറിയത്തില്ല. അപ്പം നമുക്ക് ഫെയിലിയർ ഓഫ് ബാരിയർ മെത്തേഡാണ്. അപ്പം നമ്മൾ പ്രഗ്നൻറ്റും ആവും, നമുക്ക് STIs വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോഴും അടിസ്ഥാനപരമായി, അതായത് ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്നതാണ് HPV വാക്സിനേഷൻ. അത് നിർബന്ധമായിട്ടും എടുക്കണം, ഇറസ്പെക്റ്റീവ് ഇത് ഓഫ്. എപ്പോഴാണ് എടുക്കേണ്ടത്? സർവിക്കൽ ക്യാൻസർ HPV വാക്സിൻ ഒക്കെ എപ്പോഴാണ് എടുക്കേണ്ടത്? ഏറ്റവും നല്ലത് 9 ഇയേഴ്സ് തൊട്ടാണ്. 9 ഇയേഴ്സ് തൊട്ട് കുട്ടികളിലെ അത് സ്റ്റാർട്ട് ചെയ്യണം. കാരണം എത്രയും നേരത്തെ എടുക്കുന്നു അത്രയും നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കൂടുതലാണ്. 9 to 14 ഇയേഴ്സാണ് നമ്മൾ ആക്ച്വലി പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു 2 ഡോസേ വരുള്ളൂ. 14 കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 3 ഡോസോളം വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോഴാണല്ലോ ഇത് വന്നത്. ഇപ്പം ശരിക്കും കല്യാണം കഴിച്ച് കുട്ടികളുള്ള സ്ത്രീകൾക്ക് 9 വയസ്സിൽ അവർക്ക് ആ ഒരു ലിബർട്ടി ഇല്ലായിരുന്നല്ലോ കിട്ടാനായിട്ട്. അങ്ങനെയുള്ളവർക്കും എടുക്കാം. ഒരു 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഇത് എടുക്കാം. അവർക്ക് പക്ഷേ ഇപ്പം നമ്മൾ 9ാമത്തെ വയസ്സിൽ എടുക്കുന്ന അത്രയും പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ തീരെ കിട്ടില്ല. ഒന്നും കിട്ടാതിരിക്കുന്നതിലും ഭേദം എന്തെങ്കിലും കിട്ടുന്നതല്ലേ. അപ്പം 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഇത് എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ വാക്സിനേഷൻ എടുത്താൽ പോലും ഞാൻ ഈ പറഞ്ഞ പോലെ ചെക്കപ്പും കാര്യങ്ങൾക്കും ഒന്നും പകരമല്ലത്. നമ്മൾ ചെക്കപ്പും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ചും സെക്ഷലി ആക്റ്റീവായിട്ടുള്ള സ്ത്രീകൾ പാപ്സ്മിയർ ടെസ്റ്റുകൾ ചെയ്യുക. HPV DNA ടെസ്റ്റ്, അതായത് ഈ വൈറസ് ഉണ്ടല്ലോ, നമ്മൾ ക്യാൻസർ കോസ് ചെയ്യുന്ന വൈറസിൻ്റെ DNA പരിശോധനയാണ്, അത് ചെയ്യുക. അതായത് ഇപ്പോൾ സാരാംശം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അണ്ടറിൽ എപ്പോഴും ഒരു ഫോളോ അപ്പിലായിരിക്കണം. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഇയർ പോയി കാണിച്ച് കൺസൾട്ടേഷൻ എല്ലാം എടുത്തോ, എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയിരിക്കണം. വാക്സിനേഷൻ ഒരിക്കലും നമ്മളുടെ എന്താ പറയുക ഫെർദർ കൺസൾട്ടേഷൻസിന് ഒന്നും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. വാക്സിനേഷൻ ഒരു സൈഡിൽ കിടക്കും, പക്ഷേ വിൽ ഹാവ് ടു ഗോ ഹെഡ് വിത്ത് ഫോളോ അപ്പ് ആൻഡ് എവറിത്തിങ്. വാക്സിനേഷൻ എടുത്താലും ചാൻസ് ഉണ്ടോ വരാൻ? പിന്നെ തീർച്ചയായിട്ടും വാക്സിനേഷൻസ് ഒന്നും 100% അല്ല. നമുക്കൊരു 70%ഓളം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ വാക്സിനേഷൻ നമുക്കിപ്പോൾ ഈ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവാനുള്ള വൈറസസ് ഓൾമോസ്റ്റ് 200+ സ്ട്രെയിൻസ് ഉണ്ട്. പക്ഷേ 200നെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതല്ല നമ്മളെ വാക്സിൻ. നമ്മളെ വാക്സിൻ ഒരു മാക്സിമം പോയാൽ 70% പ്രൊട്ടക്ഷൻ, അതായത് 40 സ്ട്രെയിൻസിനുള്ള പ്രൊട്ടക്ഷൻസേ വരുന്നുള്ളൂ. ബാക്കിയും കിടക്കുമല്ലോ. അപ്പം ഈ 40ൽ തന്നെ കൂടുതലും കണ്ടുവരുന്ന 2 സ്ട്രെയിനാണുള്ളത്. ആ സ്ട്രെയിനുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ വാക്സിൻസ് തരുന്നുണ്ട്. നമുക്ക് 3 തരം വാക്സിൻസ് ആണ് നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തരുന്നത്. അത് 3ലും ഈ 2 സ്ട്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി വാക്സിൻ എടുക്കണം.
ഇപ്പം ലൈക്ക് കുട്ടികളിൽ പോലും ശരിക്കും നമ്മൾ ഇപ്പോൾ ഒ പിയിലിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ മാസം ഫ്രീ ഓഫ് കോസ്റ്റ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടായിരുന്നു വാക്സിൻ. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് പോലും എടുക്കാത്തവരുണ്ട്. അത് അവർക്ക് ആ ബോധവൽക്കരണം ഇല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എടുക്കണം. ഈവൻ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിയണമെന്നില്ല, ഈവൻ ഇഫ് യു ആർ സെക്ഷുവലി ആക്റ്റീവ് ഓൾസോ യു ഹാവ് ടു ടേക്ക് ദ വാക്സിൻ ടിൽ 45 ഇയേഴ്സ് ഓഫ് ഏജ്. ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ടീനേജ് പ്രഗ്നൻസി, പ്രായപൂർത്തിയാവാത്ത കുട്ടികളുടെ ഇടയിലുള്ള പ്രഗ്നൻസി. ഇവർക്ക് അബോർഷൻ വേണമെങ്കിൽ അതിലെന്താണ് നിയമപരമായിട്ട് ഉള്ള പ്രശ്നം? ഓക്കെ, നിയമപരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടീനേജ് എന്ന് പറയുമ്പോൾ ടീനേജ് കംസ് ഫ്രം 13 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെ. ഇനി 18-ൽ താഴെയാണെങ്കിൽ ഇന്ത്യയിൽ ആക്ച്വലി 18-ൽ താഴെ ആയിട്ടുള്ള എല്ലാവരും കുട്ടി എന്ന ചൈൽഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് എൻ്റയർലി വേറൊരു ഇതാണ്, പോക്സോ ആക്റ്റിൽ വരും. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട, കാരണം ഇറ്റ് വിൽ ഗോ ഇൻ ടു ലീഗൽ ഇതൊക്കെ. ഇനി 18 തൊട്ട് നമ്മൾ ആക്ച്വലി അഡൾട്ടാണ്, നമുക്ക് വോട്ടിങ് ഇതുള്ളതല്ലേ, റൈറ്റ് ടു വോട്ട്. അപ്പം നമുക്ക് ശരിക്കും നമ്മുടെ ഡിസിഷനാണ്. പേഷ്യൻറ്റ് പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പ്രഗ്നൻസി ടെസ്റ്റ് കൺഫേം ചെയ്യുക. കാർഡ് ടെസ്റ്റ് മാത്രമല്ല, ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ഡു എ ബ്ലഡ് ടെസ്റ്റ് ഓൾസോ, ബിക്കോസ് ഇപ്പോൾ കാർഡ് ടെസ്റ്റുകളൊക്കെ ഫോൾസ് പോസിറ്റീവും കാണിക്കുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അബോർഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വൈകിപ്പിക്കാതെ ചെയ്യുന്നതാണ് നല്ലത്. വൈകുന്തോറും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, കൂടെ ഇപ്പോൾ ഒരാളുടെ ആവശ്യമൊന്നുമില്ല, ശരിക്കും പേഷ്യൻ്റെ കൺസെൻറ്റ് മാത്രം മതി. അതെല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ പോലും ഇവൻ ഹസ്ബൻഡ് കൺസെൻറ്റ് പോലും വേണ്ട, പേഷ്യൻ്റ് തന്നെ മതി. എനിക്ക് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ചെയ്തു കൊടുക്കാം. ഈ ടീനേജ് പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ശരീരത്തിലുള്ള ബുദ്ധിമുട്ട് എന്താണ് കുട്ടികൾക്ക്? ഫസ്റ്റ് ഓഫ് ഓൾ 18-19 വയസ്സാണല്ലോ, അതിൽ ആക്ച്വലി അത്രയും മെൻ്റലി എന്തായാലും ഡെവലപ്ഡ് ആയിരിക്കത്തില്ല, അത്ര ഒരു പക്വതയൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ത്രൂ ഔട്ട് സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ കൂടുതലായിരിക്കും. ഡെഫിനറ്റ്ലി പ്രഗ്നൻസി ഹോർമോൺസ് ഭയങ്കര മൂഡ് സ്വിങ്സ് ഉണ്ടാക്കും. അതൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, പഠിത്തം പൂർത്തിയാക്കാൻ പറ്റത്തില്ല, അത് വേറൊന്ന്. പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതാണെങ്കിൽ ഓക്കെ, അത് വേറൊരു എൻറ്റിറ്റി. ഇനി കമ്മിങ് ടു പ്രഗ്നൻസി സമയത്ത് നമുക്ക് അനീമിക് ആവാം, അതായത് വളർച്ചയിലേക്ക് അമ്മ പോവാം. അമ്മ വളർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ ആരോഗ്യമുള്ള കുട്ടിയെ കിട്ടാനുള്ള സാധ്യത കുറവാണ്, അബോർഷൻ്റെ റിസ്ക്കുകൾ കൂടുതലാണ്. പിന്നെ പ്രഗ്നൻസി റിലേറ്റഡ് മറ്റു കോംപ്ലിക്കേഷൻസ്, അതായത് BP വരാം, ബ്ലഡ് പ്രഷർ കൂടാം, ഷുഗർ കൂടാം, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. ഇനി കമ്മിങ് ടു ഡെലിവറി പാർട്ടിൽ ആ ഡെലിവറി പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ആക്ച്വലി അത്ര ഭയങ്കര നല്ലതല്ല, അതൊരു ട്രോമയാണ്. അപ്പം അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ മിക്ക കുട്ടികൾക്കും പറ്റില്ല. പിന്നെ ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ സിസേറിയൻ സെക്ഷൻ. ഇനി അഥവാ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്താലും അത് കഴിയുമ്പോഴത്തേക്ക് പേഷ്യൻ്റ് ക്യാൻ ഗോ ഇൻ ടു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. ആ ഒരു ട്രോമയാണ് കൂടുതലാണോ ഇങ്ങനെ കുട്ടികൾക്ക്? അയ്യോ തീർച്ചയായിട്ടും, ടീനേജേഴ്സിൽ ഭയങ്കര കൂടുതലാണ്. അവർക്കിപ്പോൾ ഉടനെ അവർക്കൊരു ബ്ലണ്ട് എഫക്റ്റ് ആണ്. കുറച്ച് ദിവസത്തേക്ക് അവർ അനങ്ങത്തില്ല, കുഞ്ഞിനെ നോക്കത്തില്ല, ഒരു ബ്ലണ്ട് എഫക്റ്റ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർ പിന്നെ ആ ഒരു ഡിപ്രഷനിലേക്ക് പോകും. അത് മെയിനായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കത്തില്ല, ഫീഡ് ചെയ്യിക്കത്തില്ല ബേബിയെ. പിന്നെ കുറേ കഴിഞ്ഞാൽ അത് മിക്കുള്ളവരും അൺഅഡ്രസ് ചെയ്യാതെ പോയി കഴിയുമ്പോഴത്തേക്കായിരിക്കും സൈക്കോസിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ കാണാറില്ല, ന്യൂസിൽ കാണാറില്ല, അമ്മ കുട്ടിയെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കിണറ്റിലെടുത്തിട്ടു. അതൊക്കെ ആ സൈക്കോസിസിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ കഴിയുന്നത് ആദ്യമേ നമുക്ക് മുളയിലേ എന്നുള്ളതെന്ന് പറയില്ല, അപ്പോൾ കഴിയുന്നതും കുറച്ചുകൂടെ പക്വതയായിട്ട് കല്യാണം കഴിപ്പിക്കുക. ഇനി അഥവാ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഓരോരുത്തർക്കും അത് പേഴ്സണൽ ചോയ്സ് ആണല്ലോ, ആയാലും കുട്ടികളെ കുറച്ചുകൂടെ ഡിലേ ആയിട്ട് പ്ലാൻ ചെയ്യുക. ഇനി അഥവാ ആയിപ്പോയിന്നിരിക്കട്ടെ, ആവുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം, മെയിൻലി പാർട്ട്ണർ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ട് വേണം, ഫാമിലി സപ്പോർട്ടും വേണം. ഇപ്പം ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഒരു മന്തിപ്പ്, അതായത് ഒരു ബ്ലണ്ട് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ലോ മൂഡായിരിക്കും, അത് എല്ലാ അമ്മമാർക്കും ഉള്ളതാണ്. അത് നമ്മളുടെ ആ ഒരു ഇമീഡിയറ്റ് സൈക്കിൾ, മെയിൻ പാർട്ട്ണർ മനസ്സിലാക്കി നല്ലൊരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് അതിൽ നിന്ന് സുഗമമായിട്ട് പുറത്തു വരാം. പിന്നെ നല്ലൊരു അമ്മയായിട്ട് തന്നെ വരാം. കോമൺ ആണിത്. ഇതൊക്കെയാണ് ടീനേജിൽ കണ്ടുവരുന്ന മെയിൻ പ്രശ്നങ്ങൾ. ഇപ്പോൾ അബോർഷൻ്റെ കാര്യമാണെങ്കിലും ഇപ്പം അൺമാരീഡ് ആയിട്ടുള്ള ആളുകൾക്ക് അബോർഷൻ ചെയ്യാൻ എപ്പോഴും ഇവർ നല്ല ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കാത്തത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. അതുമായിട്ട് ബേസ് ചെയ്തും ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയില്ല, ഇപ്പോഴും അവർ അറിയില്ല, കൂടെ ഒരാൾ വേണ്ട, നമ്മുടെ തന്നെയുള്ള കൺസെൻറ്റ് മതി അബോർഷൻ ചെയ്യാനെന്ന്. അപ്പോൾ ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈസൻസ്ഡ് ആണോ എന്ന് നോക്കണം. പ്രത്യേകിച്ച് ക്ലിനിക്സുകളുണ്ട്, എൻ്റെ ഒരു കുറേ ക്ലിനിക് ആക്ച്വലി അങ്ങനെ കേട്ടുകേൾവിയുണ്ട്. എനിക്ക് ക്ലിയർ കട്ടായിട്ട് അറിയില്ല, കേട്ടുകേൾവിയുണ്ട്. ആകെ നിങ്ങളിപ്പം പോവുകയാണ്, നിങ്ങൾ അബോർഷൻ സർവീസിന് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിൽ പോകുന്നതായിരിക്കും നല്ലത്. ഷേഡിയായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി അതൊരിക്കലും ചെയ്യരുത്. ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയാൽ അയ്യോ എൻ്റെ ഐഡൻറ്റിറ്റി റിവീലാവും, അങ്ങനെയൊക്കെ ഒരു
ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അത് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. ഹോസ്പിറ്റലിലെ ഫയൽസും എല്ലാം ഭയങ്കര കോൺഫിഡൻഷ്യലാണ്. ഒരിക്കലും അത് വേറൊരാളെ അറിയില്ല. അപ്പം ആ പ്രൈവസി ഇഷ്യൂ ഒരിക്കലും ഹോസ്പിറ്റൽ സെറ്റപ്പിൽ വരില്ല. മിക്കുള്ളൊരു ഹോസ്പിറ്റലിൽ പോകാൻ മടിക്കുന്നത് പോലും അതാണ്. അപ്പം അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്ന് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് സംസാരിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഷെയ്ഡി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകാത്തതാണ് എപ്പോഴും നല്ലത്. ഒന്നാമത് അവർക്ക് ലൈസൻസ് ഉണ്ടാവില്ല. നമുക്കിപ്പോൾ പോയി നിങ്ങൾ ലൈസൻസ്ഡ് ആണോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പ്രാക്ടീഷണർ ചിലപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് തന്നെ ആയിരിക്കില്ല. നമ്മളിപ്പം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പം നമ്മൾ നോക്കുന്നില്ലല്ലോ. ഒന്നാമത് പ്രത്യേകിച്ച് അൺമാരീഡ് ആണെങ്കിൽ ദേ ഓൾ വിൽ ബി പാനിക്. ഇത് എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് ഫിനിഷ് ഓഫ് ചെയ്യണം എന്നായിരിക്കും. മെയിൻ ശ്രദ്ധിക്കേണ്ടത് ഹോസ്പിറ്റൽ സെറ്റപ്പിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. ഹോസ്പിറ്റലിലാകുമ്പോഴത്തേക്ക് ഒരിക്കലും ലൈസൻസ് ഇല്ലാത്തപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ തന്നെ പറയത്തതേ ഉള്ളൂ. ലൈസൻസ് ഉണ്ടെന്നും പറഞ്ഞ് അവർ പ്രൊസീഡ് ചെയ്യത്തില്ല. എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്നത് ലൈസൻസ്ഡ് പ്രാക്ടീഷണറുടെ അടുക്ക പോയി ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ വെൽ അവെയർ ആയിരിക്കണം. ഞാൻ ഇങ്ങനെയാണ് അബോർഷൻ ചെയ്യുന്നത്. കാരണം അബോർഷൻ ചെയ്യാൻ 2 രീതികളുണ്ട്. ഒന്ന് നമുക്ക് മെഡിസിൻ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് അവേ സർജിക്കൽ മെത്തേഡുണ്ട്. DNC എന്നൊക്കെ കേൾക്കാറില്ല, അങ്ങനെ ചെയ്യാം. അപ്പോൾ പേഷ്യൻറ്റും അവെയർ ആയിരിക്കണം ഇന്ന രീതിയിലാണ് അബോർഷൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അതൊന്ന്. രണ്ടാമത്, ഈ അബോർഷൻ കഴിഞ്ഞാൽ ഇനിയും പ്രഗ്നൻ്റ് ആവാമല്ലോ. അത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? ആ ഒരു മൈൻഡ് സെറ്റ് കൂടി പോകണം. അല്ലെങ്കിൽ ഇനി അടുത്തത് വരട്ടെ, അടുത്ത ഞാൻ അബോർഷൻ ചെയ്യും ഉള്ള മൈൻഡ് സെറ്റ് കളയണം. അതും കാണാം. ബാക്ക് ടു ബാക്ക് അബോർഷൻസ് ചെയ്യുന്നവരുണ്ട്. അത് അവോയ്ഡ് ചെയ്യുക. ആ ഒരു തോട്ടേ മാറ്റി. ഇപ്പം നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണം വെച്ച് നമ്മൾ അങ്ങനെ ആയി, ഓക്കെ, വി ആർ നോട്ട് പ്ലാനിങ് ടു കണ്ടിന്യൂ ദ പ്രഗ്നൻസി. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഫ്യൂച്ചർ പ്രഗ്നൻസി പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേ കോൺട്രാസെപ്റ്റീവ് പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇപ്പോൾ അബോർഷൻ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ തന്നെ വേണമെങ്കിൽ കോപ്പർട്ടി ഇടാം, അല്ലെങ്കിൽ ഇംപ്ലാന്റ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മെഡിസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവാം. ഈ അബോർഷൻ ഉണ്ടായത്, അതായത് മനഃപൂർവ്വമായിട്ടും അല്ലാതെയും അബോർഷൻ ഉണ്ടാവാറുണ്ടല്ലോ, ഇത് നെക്സ്റ്റ് കൺസീവ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ? യൂഷ്വലി മെഡിക്കൽ മെത്തേഡ്സിലൊന്നും വലിയ പ്രശ്നങ്ങൾ വരാറില്ല. പിന്നെ പ്രശ്നം വരുന്നത് നമ്മൾ DNC ചെയ്യുമല്ലോ. DNC ചെയ്യുവാണെങ്കിൽ ഇറ്റ് ക്യാൻ കോസ് ഇൻഫെർട്ടിലിറ്റി. അതായത് DNC എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രൊസീജിയറാണ്. നമ്മുടെ യൂട്രസിനുള്ളിലേക്ക് പോയിട്ട് യൂട്രസ് ഫുൾ ക്ലീൻ ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് ചിലപ്പോൾ മാത്രം നമുക്കൊരു ഇൻഫെർട്ടിലിറ്റി വരും. അതായത് നമുക്ക് യൂട്രസിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ അടഞ്ഞു കിടന്നൊരു മുറി, കുറേ നാൾ അടഞ്ഞു കിടന്നൊരു മുറി നമ്മൾ തുറക്കുമ്പോൾ ഫുൾ മാറാലേ ആയിരിക്കില്ലേ. അപ്പോൾ നമുക്ക് വിഷൻ ഒന്നും കറക്റ്റ് അല്ല. കറക്റ്റ് അത് തന്നെയാണ്. നമ്മൾ DNC ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ആ യൂട്രസ് കുറേ കളയുമ്പോൾ ഇങ്ങനത്തെ ഒരു വെബിങ് പോലെ നമ്മൾ എന്താ പറയുക, അഡ്ഹഷൻസ്, ആഷർമാൻ സിൻഡ്രോം എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സാധ്യതയുള്ളൂ, വരും എന്നല്ല. ആവുകയാണെങ്കിൽ നമുക്ക് ഇൻഫെർട്ടിലിറ്റി റിസ്ക് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മെയിൻ ചേഞ്ച് എന്താണ്, എസ്പെഷ്യലി ഈ കാലഘട്ടത്തിൽ? ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഉറക്കമാണ് ഇമ്പോർട്ടൻറ്റ്. മിക്കുള്ളവർക്കും ഉറക്കമില്ല, പ്രത്യേകിച്ചും IT സെക്ടറിലുള്ളവർ. പിന്നെ മെഡിക്കോസ് ഓൾസോ. നമ്മൾ ഒരു 6 to 8 hours ഓഫ് സ്ലീപ്പ് നിർബന്ധമായിട്ട് വരണം. കാരണം സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്ട്രെസ് ഹോർമോൺസ് കൂടും. കോർട്ടിസോൾ കൂടുമ്പോൾ നമുക്ക് നോർമൽ ഒരു സ്ത്രീക്ക് വേണ്ട ഹോർമോൺസ് തങ്ങളിലൊരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് തെറ്റും. അതൊന്ന്. ആ ബാലൻസ് തെറ്റുമ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് ഗെയിൻ വരും. അല്ലെങ്കിൽ തന്നെ വെയിറ്റ് ഗെയിൻ നമുക്ക് അല്ലാതെ നമ്മൾ ഭക്ഷണ രീതി ശരിയല്ലാത്തപ്പോഴും വരും. ഈ സ്ട്രെസ് ഹോർമോൺസ് കാരണം വെയിറ്റ് ഗെയിൻ വരും. വെയിറ്റ് ഗെയിൻ വരുമ്പോൾ നെക്സ്റ്റ് എന്താ പറ്റുക, നമുക്ക് വേറെ അസുഖങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് കോമൺലി കണ്ടുവരുന്നത് ഇപ്പോൾ PCOS എന്ന് പറയുമ്പോൾ സ്ത്രീകൾ പ്രസൻറ്റ് ചെയ്യുന്നത് സൈക്കിൾസ് കറക്റ്റ് ആവത്തില്ല, പീരിയഡ്സ് നടക്കുന്നില്ല, ഓവുലേഷൻ നടക്കുന്നില്ല. ഇതൊക്കെ കറക്റ്റായിട്ട് നടന്നാലേ കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന്. പിന്നെയെന്ന് വെച്ചാൽ ഷുഗർ വരാം. ഡയബറ്റിക് ആയിക്കഴിഞ്ഞാൽ ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. ആയിക്കഴിഞ്ഞാൽ അബോർഷൻ റേറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ നല്ലൊരു കുട്ടിയെ കിട്ടാൻ, ആരോഗ്യമുള്ളൊരു കുട്ടിയെ കിട്ടാനുള്ള സാധ്യതയും കുറയും. അതുപോലെ തന്നെയാണ് BP യും വരാം. അപ്പം BP റിലേറ്റഡ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം മെയിൻ സ്ലീപ്പ് ശരിയാക്കുക, നമ്മളെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, വെയിറ്റ് കൺട്രോൾ ചെയ്യുക. വെയിറ്റ് കൂടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അബോർഷൻ റിസ്ക് കൂടുതലാണ്. ഈവൻ ആവാൻ തന്നെ ചാൻസസ് കുറയും. ഇനി ആയാലും നോർമൽ ഡെലിവറിക്കുള്ള സാധ്യത കുറവാണ്. ഈ പ്രഗ്നൻസി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലാണ്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ചെയ്യേണ്ടത് നമ്മൾ സ്മോക്കിംഗ്, ആൽക്കഹോൾ, അത് അവോയ്ഡ് ചെയ്യുക. ഇപ്പം ഭയങ്കരമായിട്ട് സോഷ്യൽ ഡ്രിങ്കിങ് ആണ്. കുറ്റം പറയുന്നതല്ല, നമ്മളുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ചിലപ്പോഴൊക്കെ വി ആർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ്. സോഷ്യൽ ഡ്രിങ്കിങ് ആണ്. ഇപ്പം നമുക്ക് ടീം ഗെറ്റ് ടുഗദേഴ്സ് വരും. അപ്പോൾ ആസ് എ പാർട്ട് ഓഫ് സോഷ്യലൈസിങ്, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്കത് ചെയ്യേണ്ടി വരും. പക്ഷെ അത് റെഗുലറായിട്ടുള്ള ടീം മീറ്റപ്പിനൊന്നും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് അതൊന്ന്, ഇപ്പോൾ യു ആർ പ്ലാനിങ് ഫോർ എ പ്രഗ്നൻസി, അത് മാറ്റുന്നത് നല്ലതായിരിക്കും. പിന്നെ ചെയ്യേണ്ടത് ഫോളിക് ആസിഡ് എടുക്കുക. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഫോളിക് ആസിഡിൻ്റെ അവിടെ നിൽക്കട്ടെ, ബാക്കി എല്ലാ കാര്യങ്ങളും സ്ത്രീക്ക് മാത്രമല്ല, സ്ത്രീയെപ്പോലെ പുരുഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോളിക് ആസിഡ് സ്ത്രീകൾക്ക് എടുക്കാം. നമ്മൾ പറയുന്നത് മിനിമം ഒരു 3 months ബിഫോർ എങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. നല്ലൊരു ഹെൽത്തി ഒരു ബേബിയെ കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും.
ഫോളിക് ആസിഡ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫോളിക് ആസിഡ് നിർബന്ധമായിട്ടും എടുക്കണമെന്ന്. നിർബന്ധമെന്ന് പറയത്തില്ല. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പം നിങ്ങൾ ഫോളിക് ആസിഡ് എടുത്തു. ഇപ്പോൾ സപ്പോസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഫോളിക് ആസിഡ് എടുത്താലും മതി. ബെറ്റർ ഏറ്റവും ഏർലിയസ്റ്റ് എടുക്കുന്ന നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്ക് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറയും, ബ്രെയിനിൻ്റെ ഗ്രോത്ത്, സ്പൈനൽ കോഡിൻ്റെ ഗ്രോത്തിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോളിക് ആസിഡ്. അപ്പോൾ നമുക്ക് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി മൂലം വരുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം അവർ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു, ആ റൺ ചെയ്യുന്ന ഒരു ജനറ്റിക് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യത്തില്ല. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കാരണം എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഇന്നത്തെ കാലത്ത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഭയങ്കര കൂടുതലാണ്. ഇല്ലാത്തവരില്ല. വൈറ്റമിൻ ഡി ശരിക്കും നോർമൽ വൈറ്റമിൻ ഡി വാല്യൂസ് കാണാറില്ല. അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നല്ലത് ഒരു ബ്ലഡ് ചെക്കപ്പ്, ഒരു ആരെയാന്ന് വെച്ചാൽ ഗൈനക്കോളജിസ്റ്റിനെ ഒക്കെ കാണിച്ച് ബോത്ത് പാർട്ട്നേഴ്സ്, ഹസ്ബൻഡും വൈഫും ബ്ലഡ് ചെക്കപ്പ് എല്ലാം ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഹെഡ് വിത്ത് പ്ലാനിങ്. അതല്ല അതിലെന്തെങ്കിലും ഇപ്പോൾ ഡെഫിഷ്യൻസീസ്, മെയിൻലി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, പിന്നെ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്, അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക. ഷുഗേഴ്സ് കാണുന്നുണ്ട്, നമ്മളുടെ വെയിറ്റ് കാരണം ഷുഗേഴ്സ് കാണുന്നുണ്ട്, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഷുഗേഴ്സ് കൺട്രോൾ ചെയ്ത് വെക്കുക. അത് എല്ലാം പക്കയാക്കി കഴിയുമ്പോഴത്തേക്ക് യു ക്യാൻ പ്ലാൻ ഫോർ എ ബേബി. ഇനി ചിലവർക്ക് ഇപ്പം ഫിറ്റ്സിൻ്റെ മെഡിസിൻസ് എടുക്കുന്നവർ കാണും, അല്ലെങ്കിൽ നേരത്തെ തന്നെ ഷുഗർ ഉള്ളവർ അല്ലെങ്കിൽ തൈറോയ്ഡ് ഉള്ളവരൊക്കെ ഉണ്ടാവും. അവർ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മെഡിസിൻസും ചിലപ്പം പ്രഗ്നൻസിയിൽ സേഫ് ആയിരിക്കില്ല. നമ്മൾ വൺസ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്തേണ്ടി വരും. നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അതിന് മുന്നേ തന്നെ നിർത്താമല്ലോ. ഈ മരുന്ന് കാരണം പ്രോബ്ലം ഉള്ള ബേബി ഉണ്ടാവുന്നതിലും ഭേദം നമ്മൾ പ്ലാൻ ചെയ്ത് ആ മരുന്ന് മാറ്റിയിട്ട് ദെൻ യു പ്ലാൻ ഫോർ എ സേഫ് ആൻഡ് ഹെൽത്തി പ്രഗ്നൻസി. ഇതൊക്കെയാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഡോക്ടേഴ്സ്, ഗൈനക്കോളജിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്ന പേഷ്യൻസ്, അവർക്ക് കിട്ടുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ PCOD പേഷ്യൻസ് ആണെന്നുണ്ട്. ഇപ്പം ഒരുപാട് പേർക്കുണ്ട്, ഒരുപാട് സ്ത്രീകൾക്ക്, ഏത് റൂം എടുത്ത് നോക്കിയാലും അതിൽ ഒരാൾക്കെങ്കിലും PCOD ഉണ്ടാവും. ആ PCOD ഇപ്പോൾ PMOS, മെറ്റാബോളിക് എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റം വന്നു. അതിൻ്റെ റീസൺ എന്താണ്? കോമൺ തിങ് ഇപ്പോൾ പറഞ്ഞല്ലോ, ഭയങ്കര കോമൺ ആണ്. ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും സ്ത്രീകൾ കാണും എന്നുള്ളത്. അപ്പം നമ്മൾ പണ്ടെന്ന് വെച്ചാൽ ഒരു 10 സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾക്കാണ്. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ 3 പേര് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തായാലും കാണും. അത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കോമൺ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് കുറേ കൂടെ വന്നു, ഒരുപാട് ട്രയൽസ് വന്നു. അപ്പോൾ നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിയെന്ന് വെച്ചാൽ, പണ്ടെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് നമ്മൾ ഓവറിയെ മാത്രം, അതാണ് PCOS എന്ന് പറഞ്ഞത്, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നായിരുന്നു, അല്ലെങ്കിൽ ഡിസീസ് എന്നായിരുന്നു. അപ്പോൾ ഓവറി മാത്രമാണ് അവിടെ വില്ലൻ എന്നുള്ളതാണ്. ഇപ്പം അങ്ങനല്ല. കാരണം ഇത്രയും പേർക്ക് വരുന്നതുകൊണ്ട് നമ്മൾ റിസർച്ച് ചെയ്ത് കുറേ കൂടെ ഒരു എന്താ പറയുക, ജനറൽ പോപ്പുലേഷനിലോട്ട് അവയർനെസ് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. ഓവറി മാത്രമല്ല ഇവിടെ വില്ലൻ. ഇത് നമ്മളുടെ അടിസ്ഥാനപരമായ നമ്മളെ മെറ്റബോളിസത്തിൻ്റെ പ്രശ്നമാണ്. മെറ്റബോളിസത്തിൻ്റെ പ്രശ്നം വരാൻ കാരണം എന്താണ്? നമ്മൾ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ വരുന്നത് തന്നെയാണ് PCOS. ഇപ്പോൾ ഭയങ്കര കോമൺ ആയത് തന്നെ ഒരു കോസ് അതാണ്. നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ പണ്ടത്തെ പോലല്ല, ഒരുപാട് മാറിയില്ലേ. അപ്പം നമ്മൾ മെയിൻലി ലാക്ക് ഓഫ് എക്സസൈസ് ഇല്ലായ്മ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ലീപ്പ് സൈക്കിൾ, ഈറ്റിംഗ് ഹാബിറ്റ്സ്. ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റൻ്റാണ്. ഇൻസ്റ്റൻറ്റ് മാഗി ഉണ്ടാക്കുന്നു, ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി വാങ്ങുന്നു, ഇൻസ്റ്റൻ്റായിട്ട് ഉപ്പുമാവ് എല്ലാം കിട്ടുമല്ലോ. ഇൻസ്റ്റൻറ്റ് തന്നെ മോശം, അതെല്ലാം പ്രോസസ്ഡ് ആണല്ലോ. അത് മാറ്റി നമ്മൾ പഴയ രീതിയിൽ ഫ്രഷ് ഫ്രൂട്ട്സ്, ഹെൽത്തി ഡയറ്റ്, ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് വീട്ടിൽ ഉണ്ടാക്കി അപ്പം കുക്ക് ചെയ്ത് കഴിക്കുക. ഇതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന വെച്ചാൽ ഒരാഴ്ചത്തേക്ക് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും, പിന്നെ അത് ചൂടാക്കി കഴിക്കുക, അടുത്ത വീക്കെൻഡ് ആകുമ്പോൾ പിന്നെയും കുക്ക് ചെയ്യുക. അത് അവോയ്ഡ് ചെയ്യുക. ഫ്രഷ് ഹെൽത്തി ഡയറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈല്. പിന്നെ നമ്മൾ സ്ട്രെസ് ഇല്ല ഞാൻ പറയുന്നില്ല, സ്ട്രെസ് മാനേജ് ചെയ്യാൻ പഠിക്കുക. അത് എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ ഈ PMOSലോട്ട് ആയതിൻ്റെ ഒരു മെയിൻ വേറൊരു റീസൺ മെറ്റബോളിക് ആണല്ലോ. അപ്പോൾ മെറ്റബോളിസം കാരണം, ഇമ്പയർഡ് മെറ്റബോളിസം കാരണം നമുക്ക് ഷുഗേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മളൊരു ഹെഡ്സപ്പാണ് പേഷ്യൻറ്റിന്, നമുക്ക് PCOS ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഡയബറ്റിക് ആവാം. അപ്പം നമ്മൾ ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്തോണം, നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ ഓവറിയിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സിസ്റ്റ് അല്ല ആക്ച്വലി, അത് PCOD എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റുകളല്ല, നമുക്ക് ഓവറിൽ നിന്ന് എഗ്സ് ആണല്ലോ റിലീസ് ചെയ്യുന്നത്. ഈ റിലീസ് ചെയ്യാനുള്ള എഗ്സ് റിലീസ് ചെയ്യത്തില്ല ഈ മെറ്റബോളിക് പ്രോബ്ലം കാരണം. അപ്പം അതെല്ലാം അവിടെ ഇങ്ങനെ കെട്ടി കിടക്കും. മൾട്ടിപ്പിൾ നമുക്കിപ്പം ഉള്ളൊരു പേൾ നെക്ലസ് ഇട്ടപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്നതാണ് ഇങ്ങനെ ഒരു നെക്ലസ് കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കും. അതാണ്. അപ്പോൾ അത് സിസ്റ്റ് അല്ല ആക്ച്വലി. സിസ്റ്റ് എന്ന് പറയുന്ന ഒരു മിസ്നോമറാണ്. അപ്പം അതിനുള്ളൊരു അടിസ്ഥാനപരമായ കാരണം നമ്മുടെ മെറ്റബോളിക് പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് അതിനിപ്പം പോളി മെറ്റബോളിക് എന്നും പറഞ്ഞിട്ട് PMOS എന്നും പറഞ്ഞിട്ട് റീനെയിം ചെയ്തേക്കുന്നത്. സംഭവം എല്ലാം ഒരുപോലെ തന്നെയാണ്, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് അവെയർ ആവണം എന്നേ ഉള്ളൂ.
ഇത് ജനറ്റിക്കലി എന്തെങ്കിലും റീസൺ കൊണ്ടുവരാം, ലൈഫ് സ്റ്റൈൽ അല്ലാണ്ട് ജനറ്റിക്കലി? ജനറ്റിക് റീസണിനെക്കാട്ടിയും കൂടുതലും ലൈഫ് സ്റ്റൈലാണ്. ജനറ്റിക് പ്രീഡിസ്പോഷൻ ഇല്ല ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ അതിലും കൂടുതലും നമ്മളെ ലൈഫ് സ്റ്റൈലാണ്. അതുകൊണ്ടാണ് അത് ഇപ്പോഴും കുറേ കൂടെ കണ്ടു തുടങ്ങുന്നത്. പിന്നെ അത് മാത്രമല്ല, പണ്ടെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 2 മാസം പീരിയഡ്സ് ആയില്ലെങ്കിൽ ആ 3ൻ്റെ അന്ന് ആവും എന്ന് പറഞ്ഞ് നമ്മളിരിക്കും. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അവെയറും അല്ല. അവയർനെസ്സും അല്ല. പിന്നെ ആരും ഇത്ര ഈസിലി എല്ലാവരും പോയി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണത്ത പോലുമില്ല. പണ്ട് കാലഘട്ടങ്ങൾക്ക് മുന്നേ ഗർഭിണികൾ മാത്രമേ പോവുള്ളായിരുന്നു. അവർക്കല്ലാത്തവർക്ക് ഒന്ന് പോകുന്നത് തന്നെ ഒരു സ്റ്റിഗ്മയാണ്. അയ്യോ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു, കല്യാണം കഴിക്കാതെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. ഇപ്പം അങ്ങനല്ല. അപ്പം എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യുന്നത് കൊണ്ട് കൂടെ തന്നെ നമ്മളത് കൂടുതലായിട്ട് കാണുന്നതും ഉണ്ട്. അപ്പോൾ ആ ഒരു അവയർനെസ്, ശരി, ഇന്നവേ അവയർനെസ് നല്ലതാണ്. അപ്പോൾ ഇപ്പോഴേ ഇപ്പം സ്കൂൾ ലെവലിൽ പോലും കുട്ടികൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഡയറ്റ്, എക്സസൈസ് ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. പിന്നെ ഇറ്റ് ഇസ് ഗുഡ്. ഇനി പിന്നെ വേറൊരു മിത്ത് എന്ന് പറയുന്നത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. മോസ്റ്റ്ലി ഇപ്പോൾ കൂടുതൽ പേരും പാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത്, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൽ ഇൻട്രസ്റ്റ് പോകും, അങ്ങനെയുള്ള ഒരുപാട് മിത്തുകളുണ്ട്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അത് ശരിക്കും വളരെ വിഷമം തോന്നി. ഇപ്പോഴും കപ്പ് ഉപയോഗിക്കാത്തവർ, ഗവൺമെൻറ് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുത്തിട്ട് പോലും കപ്പ്, ഇപ്പം നമ്മളൊക്കെ ശരിക്കും പൈസ കൊടുത്ത് മേടിച്ചെങ്കിൽ അവർ ഉപയോഗിച്ചേനെ. ഫ്രീ ആയിട്ട് കൊടുത്തതുകൊണ്ടാണ് ഉപയോഗിക്കാത്തതെന്ന് പറയും. കാരണം അത്രയും ഒരു ദോഷം വരുന്നൊരു സംഭവം ഒരിക്കലും ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചു എന്നും പറഞ്ഞ് നമുക്ക് സെക്ഷൽ ഇൻട്രസ്റ്റ്, നമുക്ക് ആ സെക്ഷൽ ഇൻട്രസ്റ്റ് ഹാസ് നത്തിങ് ടു ഡു, അല്ല ഈ കപ്പ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സെക്ഷൽ ഇൻട്രസ്റ്റ്, അങ്ങനെ വേണം പറയാൻ. ഈ കപ്പ് ആക്ച്വലി ഉണ്ടാക്കിയേക്കുന്ന ഒരു സിലിക്കൺ വെച്ചിട്ടാണ്, മെഡിക്കലി ഇനേർട്ടാണ്. അത് അകത്തിരുന്നു എന്നും പറഞ്ഞ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പ്രോപ്പറായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ അറിയണം, പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യാനും അറിയണം. പിന്നെ ഇത് ഇൻസേർഷൻ റിമൂവലും ഭയങ്കര ഈസിയെന്ന് ഞാൻ പറയില്ല. ഫസ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു 3 സൈക്കിൾസ് 3 മാസക്കുള്ളിൽ കഴിയുമ്പോഴത്തേക്ക് യു വിൽ ബി എക്സ്പേർട്ട് ഇൻ ഇറ്റ്. അത് ഉപയോഗിച്ചു എന്നും പറഞ്ഞ് വേറെ ദോഷങ്ങളൊന്നുമില്ല. ഈവൻ കുട്ടികൾക്ക് വരാം. അപ്പം വേറൊരു ഡൗട്ട് വരുന്നത് എല്ലാവർക്കും, സെക്ഷലി ആക്റ്റീവ് അല്ലല്ലോ, അപ്പം ഹൈമൻ റപ്ചർ ആയിട്ടില്ലല്ലോ, അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാവോ എന്നാണ്. ഡെഫിനറ്റ്ലി അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ളവർക്ക് സ്മോൾ സൈസ് മേടിച്ചാൽ മതി. ബാക്കിയുള്ളവർക്കാണ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ഉള്ളത്, അത് വെച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ എക്കണോമിക്കലി നല്ലതല്ലേ, പാഡ് വാങ്ങി പൈസ കളയണ്ട. പിന്നെ കോമൺലി കാണുന്നതാണ് ഈ പാഡ് വെച്ച് റാഷസ് വരുന്നവർ. ആ ഒരു സംഭവമേ ഇല്ല. കപ്പ് ഭയങ്കര ഫ്രീ ആണ്. ഇറിറ്റേഷൻ കുറയ്ക്കും കപ്പ്. അതെ, ശരിക്കും ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ് കപ്പ്. ഇപ്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക്, നമ്മുടെ സ്കൂളിലെ ഹൈജീൻസ് ഒന്നും അത്ര നല്ലതല്ലല്ലോ. സ്കൂളിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ മടിക്കുന്നവരാണ് മാക്സിമം കുട്ടികൾ. അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്. പാഡ് ആണെങ്കിൽ നമുക്കൊരു 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിയുമ്പോൾ പാഡ് മാറ്റണം. അത് അപ്പോഴത്തേക്ക് സോക്കാവും. കപ്പാകുമ്പോൾ അത്രയില്ല. കപ്പിൻ്റെ കപ്പാസിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്, പ്രൊവൈഡഡ് യു ആർ ബ്ലീഡിങ് നോർമലി. നോർമൽ മാസക്കുള്ളി സമയത്ത് ബ്ലീഡിങ് ഉള്ള ഒരാളാണെങ്കിൽ കപ്പ് വീട്ടിൽ വന്നിട്ട് മാറ്റിയാലും മതി, കുഴപ്പമില്ല. അത്രയും നേരം വെച്ചിരിക്കുന്നതിൽ ബുദ്ധിമുട്ട് അല്ല, നമ്മൾ കാരണം ഇപ്പം എത്ര നേരം സ്കൂളിൽ പോകുന്നു, 9 മണി തൊട്ട് 3 മണി വരെയുള്ള ആ ഒരു 6 hours കുഴപ്പമില്ല. ആക്ച്വലി 8 hours പറഞ്ഞത്. 8 hours കഴിയുമ്പോൾ എന്തായാലും മാറ്റണം, ഇറസ്പെക്റ്റീവ് ഓഫ് ബ്ലീഡിങ്. 4 hours ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ 4 hours മാറ്റാം. യൂഷ്വലി കപ്പ് വെച്ചാൽ ലീക്ക് വരാനുള്ള സാധ്യത കുറവാണ്, അൺലെസ് യു ആർ ബ്ലീഡിങ് പ്രൊഫ്യൂസ്ലി. പിന്നെ കപ്പ് പ്രോപ്പറായിട്ട് വെക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ലീക്ക് ആവത്തതുമില്ല. പിന്നെ കപ്പ് നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാമല്ലോ. അതിന് അങ്ങനെ ഒരു ഇപ്പം പാഡ് പോലെ നമുക്ക് എപ്പോഴും എല്ലാ മാസവും ഇപ്പോൾ ഒരു പാക്കറ്റ് പാഡ് വാങ്ങണം, അതുപോലെ വേണ്ട. ഈ ഒരു കപ്പ് വാങ്ങിയാൽ കുറേ നാളത്തേക്ക് ആ കപ്പ് തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഡിസ്പോസൽ, ഏറ്റവും വലിയ തലവേദനയാണ് ഈ പാഡ് കത്തിച്ച് കളയാന്നുള്ളത്. പ്രത്യേകിച്ച് ഹോസ്റ്റലേഴ്സ് അങ്ങനെ. അതെ, എവിടെ ആണെങ്കിലും ഇപ്പം നമുക്കിപ്പം വീടുകളിൽ താമസിക്കുന്നവരാണെങ്കിലും അവരതും കൊണ്ട് പുറംപോക്കിൽ പോയി കത്തിക്കാൻ നിൽക്കണം. ഇപ്പം ഈ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ ചിലർ ഇതുപോലത്തെ ഈ ഡയപ്പേഴ്സ്, സാനിറ്ററി പാഡൊന്നും എടുക്കാത്തവരുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇത് കത്തിക്കാനായിട്ട് ഇത് നടക്കണം. ഇതിലൊക്കെ നല്ലത് നമ്മളെ കപ്പ് തന്നെയാണ്. പിന്നെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. പ്ലാസ്റ്റിക് കത്തിക്കുന്നതിലും എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുമെന്നാണ് എല്ലാവരുടെയും കൺസേൺ. ഇല്ല, മെഡിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല, പ്രൊവൈഡഡ് യു ആർ യൂസിങ് ഇറ്റ് വെരി ക്ലീൻ. അതായത് നമ്മൾ കപ്പ് ഇപ്പം നമ്മൾ ആദ്യം ഡേ 1 വെക്കുന്നു, ഇൻ ബിറ്റ്വീൻ ആഫ്റ്റർ 6 hours കഴിയുമ്പോൾ നമുക്ക് ബ്ലീഡിങ് ഒരുമാതിരി ആകുമ്പോൾ നമ്മൾ മാറ്റുമല്ലോ. ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യണം എന്നേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. അതായത് അറ്റ് പ്രസൻറ്റ് ഫംഗൽ ഇൻഫെക്ഷൻസ് കാര്യങ്ങളും ഇല്ലാത്തൊരു വജീനയിലാണ് ഈ കപ്പ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. റണ്ണിങ് ടാപ്പ് വാട്ടറിൽ കഴുകാം. അതല്ല നമുക്ക് ചൂടുവെള്ളത്തിൽ തന്നെ കഴുകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് അത് തന്നെ റീഇൻസേർട്ട് ചെയ്യാം. ശരിക്കും സ്റ്റെറിലൈസേഷൻ പറയുന്നത്, സ്റ്റെറിലൈസേഷൻ എന്നാൽ നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിൽ അത് ഇട്ട് വെക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ്. അത് നമ്മുടെ എൻറ്റയർ സൈക്കിൾ കഴിയുമ്പോൾ ചെയ്താൽ മതി. എന്നാൽ ചില കേസസ്, അതായത് റെക്കറൻറ്റ് കുറേ നാളായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ നമ്മൾ അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ സ്റ്റെറിലൈസറിൽ വെച്ചിരുന്നാൽ മതി, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും നമ്മൾ കൈ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. കൈ നന്നായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ നമ്മൾ ഇൻഫെക്ഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, നമ്മൾ ഹൈജീനിക്കായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് മെൻസ്ട്രുവൽ കപ്പ്.
അപ്പോൾ ടാംപോൺസ് ആണെങ്കിലോ? ടാംപോൺസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നുന്നു. ടാമ്പോൺസ് ആക്ച്വലി ടാമ്പോൺസ് ഒക്കെ ഇൻഫെക്ഷൻ റേറ്റ് ഭയങ്കര കൂട്ടും ടാമ്പോൺസ്. കാരണം പിന്നെ അതുമല്ല അത് അകത്തിരുന്ന് ഇത് ബൾജ് ചെയ്ത് സോക്കായി വരികയാണ്. ടാമ്പോൺ ഒരു കണ്ടിട്ടില്ലേ, ടാമ്പോൺ ഒരു തിക്കായിട്ടുള്ളൊരു സംഭവം. നമ്മളത് വജീൻ്റെ ഉള്ളിൽ വെക്കുന്നു, ബ്ലഡ് അത് അബ്സോർബ് ചെയ്യുന്ന വലുതായി വരുന്നു. അപ്പോൾ അത് ഫുൾ ലോഡഡ് വിത്ത് ബ്ലഡാണ്. അത് ഇറ്റ് ക്യാൻ കോസ് ഇൻഫെക്ഷൻ കുറേ നാൾ നമ്മളത് ഉള്ളിൽ വെക്കുമ്പോൾ. പിന്നെ അതുമല്ല നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്, സംതിങ് സ്റ്റഫിങ് ഇൻസൈഡ് ദ വജീന എന്നുള്ളൊരു തോന്നും. ആക്ച്വലി ടാമ്പോൺസ് ഒന്നും നമ്മൾ അഡ്വൈസ് ചെയ്യാറേ ഇല്ല, ബിക്കോസ് ചാൻസ് ഫോർ ഇൻഫെക്ഷൻ. കപ്പാകുമ്പോൾ അങ്ങനെ വരുന്നില്ല, ആ ഒരു പ്രശ്നം വരുന്നില്ല. കപ്പ അല്ലെങ്കിൽ ടാമ്പോൺസ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഭയങ്കര കുറവാണ്. എൻഡോമെട്രിയോസിസും ഇപ്പം സ്ത്രീകളിൽ കൂടുതലാണ്. ഇത് ഇത്രയും കോമൺ ആവാനുള്ള റീസൺ എന്താണ്? ഓക്കെ, കോമൺ എന്ന് പറയാൻ പറ്റില്ല, ഇത് പണ്ടും ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പം വന്നു, കരീന കപൂർ, അങ്ങനെ കുറേ പേര് പറഞ്ഞിരുന്നു അവർക്ക് എല്ലാവർക്കും ഉണ്ടെന്ന്. അതിന് ശേഷം എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരെ അവെയർ ആവാൻ തുടങ്ങി. അതാണ്, അവയർനെസ് ഇപ്പോഴാണ് വന്നത്. പണ്ട് ഇല്ല എന്നല്ല, പണ്ട് ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ പണ്ടത്തെ കാലഘട്ടം എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നൊരു അവസ്ഥയെന്ന് വെച്ചാൽ നമുക്ക് യൂട്രസിനുള്ളിൽ നിന്നാണ് നമുക്ക് മെൻസ്ട്രൽ ബ്ലഡ് പുറത്തേക്ക് പോകുന്നത്, യോനി ഭാഗത്തൂടെ പുറത്തേക്ക് പോകും. അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം നമ്മൾ യൂട്രസിൻ്റെ സൈഡിലുള്ള ട്യൂബിൽ കൂടെ ഉള്ളിലേക്ക് വീഴും. പക്ഷേ ഈ വീഴുന്ന എല്ലാവർക്കും എൻഡോമെട്രിയോസിസ് വരണം എന്നില്ല. അതായത് ആ കിടക്കുന്ന ബ്ലഡ് ഉണ്ടല്ലോ, അത് ശരിക്കും വേറൊരു യൂട്രസിൻ്റെ ഉള്ളിലത്തെ ലൈനിങ് പോലെ പെരുമാറിയിട്ട് അതിനകത്ത് ഇങ്ങനെ ബ്ലഡ് ഫോം ചെയ്ത് വരുന്ന ഒരു അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. അപ്പം അതിപ്പോൾ എല്ലാവർക്കും എൻഡോമെട്രിയോസിസ് അവസ്ഥയിലേക്ക് പോകണം എന്നില്ല, ചിലർക്ക് അതങ്ങ് മാറും. ഓക്കെ, ഇനി ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് മെയിൻ വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര വയറുവേദനയായിരിക്കും, കുട്ടികൾ ഉണ്ടാവാനുള്ള ബുദ്ധിമുട്ടുകൾ, അത് പിന്നെന്ന് വെച്ചാൽ ഡ്യൂറിങ് പെയിൻഫുൾ സെക്സ്, ഇതൊക്കെ പണ്ട് കാലത്ത് ആരും പുറത്തു പറയില്ല. പെയിൻ വന്നാൽ അതും സഹിക്കണം, അല്ലെങ്കിൽ പെയിൻഫുൾ സെക്സ് ഒട്ടും പറയില്ല, സ്റ്റിഗ്മയാണല്ലോ. പിന്നെ കുട്ടികളുണ്ടാവാത്തത് അത് വേറെ എന്തെങ്കിലും കാരണം അതും പറയില്ല, നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ആവുന്നില്ല എന്നൊക്കെയല്ലേ പറയുള്ളൂ. അതുകൊണ്ട് അന്നത്തെ കാലത്ത് അത് ആരും അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇന്നെന്ന് വെച്ചാൽ എല്ലാവരും ഓപ്പൺ ആണ്. പെയിൻ ഡ്യൂറിങ് പീരിയഡ്സ് ആണെങ്കിൽ അവർ ഉടനെ തന്നെ നെക്സ്റ്റ് സൈക്കിളിൽ പെയിൻ വരുന്നതിന് മുന്നേ തന്നെ പോകും, അടുത്ത പീരിയഡ്സ് പെയിൻഫുൾ ആയിരിക്കും, മരുന്ന് വേണമെന്നും പറഞ്ഞിട്ട്. അപ്പം നമ്മൾ പേഷ്യൻറ്റിനെ കിട്ടുന്നതും കൂടുതലാണ്, നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. പണ്ട് പേഷ്യൻ്റ് പെയിനായിട്ട് വന്നാലും നമ്മൾ മരുന്ന് കൊടുത്തു വിടും. അന്നത്തെ കാലത്ത് സ്കാൻ ഇല്ല, ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ സ്കാനിൽ നമുക്ക് കാണാൻ പറ്റും എൻഡോമെട്രിയോസിസിൻ്റെ സൈൻസ് വല്ലതും ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് മരുന്നുകൾ കൊടുത്തിട്ടൊന്നും കൺസീവ് ആവാത്തവർക്ക് പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡ് തന്നെ ചെയ്യാറുണ്ട്, ലാപ്രോസ്കോപ്പി ചെയ്യും. അതായത് ഉള്ളിലേക്ക് ക്യാമറ ഇട്ട് നമ്മൾ നോക്കുക എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്. അപ്പോഴും നമുക്ക് എൻഡോമെട്രിയോസിസിൻ്റെ ലക്ഷണങ്ങൾ കാണാം. അപ്പം നമ്മൾ കണ്ടുപിടിക്കുന്ന റേറ്റും കൂടുതലാണ്. അപ്പം പണ്ട് കോമൺ അല്ല എന്നല്ല, ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അറിയുന്നു, അതേ ഉള്ളൂ. പിന്നെ വരുന്ന മെയിൻ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് ഹോർമോൺ ഇംബാലൻസ് ആണ് ഇതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടും കൂടെ എൻഡോമെട്രിയോസിൻ്റെ റേറ്റ് ഇത്തിരി കൂടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ബോഡി വെയ്റ്റ് ചേഞ്ചസ് വിമനിൽ ഉണ്ടാവുന്നത്. നമ്മൾ ഓരോ പ്രായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണിൻ്റെ വ്യത്യാസം കാണുമ്പം PCOS ഉണ്ടെങ്കിൽ, പ്രഗ്നൻസി ആകുമ്പോഴത്തേക്കും ഈ എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ, എന്തുണ്ടെങ്കിലും സ്ത്രീകളുടെ ശരീരത്തിൽ വലിയ മാറ്റം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോഴും സൊസൈറ്റി അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അവർക്ക് എങ്ങനെ നമ്മൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കുക, ഇതിങ്ങനെയാണോ? ഇത് ശരിക്കും ഒരുപാട് ഹസ്ബൻഡ്സ് വന്ന് സംസാരിക്കാറുള്ളതാണ്. അത് എനിക്ക് പറയാനുള്ള അവരെ മനസ്സിലാക്കുക. ശരിക്കും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു പുരുഷനെക്കാട്ടിയും ഹോർമോൺ ചേഞ്ചസ് നടക്കുന്ന ഒരു ബോഡിയാണ്. വി ആർ ഗോയിങ് ത്രൂ എ ലോട്ട്. അതൊന്നും മറ്റിപ്പം ഞാൻ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പറയല്ല, അവർക്കത് മനസ്സിലാവില്ല, ബിക്കോസ് അവർ അതിൽ കൂടെ ഒന്നും പോകുന്നില്ല. ഇപ്പം ഹസ്ബൻഡ്സ് വന്ന് പറയുന്നത് 12ാമത്തെ വയസ്സ് പീരിയഡ്സ് ആയതല്ലേ, ഇപ്പോൾ 35 വയസ്സായി, ഇപ്പോഴും നിനക്ക് വേദന, ഇതുമായിട്ട് കറക്റ്റ് ശീലമായില്ലേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയല്ല, വി ആർ ഗോയിങ് ത്രൂ പെയിൻ. നമുക്കിപ്പോൾ 12ാമത്തെ വയസ്സ് പീരിയഡ്സ് ആയി എന്നും പറഞ്ഞ് ഇപ്പം നമ്മൾ ആ പീരിയഡ്സിൻ്റെ പെയിൻ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും എന്നുള്ളത് ചോദിക്കുന്നത് തന്നെ വിഡ്ഢിത്തരമാണ്. പിന്നെ പെയിൻ വരുന്നതിന് പല കോസസ് ഉണ്ട്. ചെറിയ പെയിൻ വരും, ദാറ്റ് ഇസ് ഓക്കെ. നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അതായത് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അത് ഇവാലുവേറ്റ് ചെയ്യണം. അതിനാണ് ഡോക്ടറെ കാണിച്ച്, അപ്പോഴാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് ഉണ്ടോ, PCOD ഉണ്ടോ, അല്ലെങ്കിൽ ഓവേറിയൻ സിസ്റ്റം ഉണ്ടോ, അതൊക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പം ബിഹൈൻഡ് ദ സീൻ ഈ ഒരു പെയിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇനി കാരണങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? അത് ഈ മൾട്ടിപ്പിൾ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് തങ്ങളിലൊരു സൈക്കിളുണ്ട്, ആ സൈക്കിളിൽ താളം തെറ്റുന്നത് കൊണ്ടാണ്. ആ താളം തെറ്റാനുള്ള കാരണം എന്താണ്? ഇന്നത്തെ കാലത്ത് നമ്മളുടെ ജീവിതശൈലിയാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് ഇപ്പോഴത്തെ എല്ലാത്തിൻ്റെയും പ്രശ്നം, ഇൻക്ലൂഡിങ് ഇപ്പം നമ്മൾ കാണുന്ന ഇപ്പോൾ ക്യാൻസർ പോലും അറിയാമല്ലോ. ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസൊക്കെ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക്സ് ഉണ്ടെന്നാണ്.
അപ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഹോർമോൺ ഇംബാലൻസ് വന്നില്ലെങ്കിലുള്ള അതിശയം. അപ്പം നമ്മൾ ഈ ഹോർമോൺ ഇംബാലൻസ് വരുമ്പോൾ നമ്മളത് വെയിറ്റിൽ കാണാം, നമ്മളുടെ ഫെർട്ടിലിറ്റിയിൽ കാണാം, നമ്മളെ മെൻസ്ട്രൽ സൈക്കിളിൽ കാണാം. അപ്പം അത് ആ ഒരു രീതിയിൽ കാണുക. അല്ലാതെ നമുക്ക് പണ്ടേ ഉണ്ടായിരുന്നു, നമ്മൾ അതുമായിട്ട് ഇപ്പോഴും പൊരുത്തപ്പെടണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. അപ്പോൾ അവരെ നമുക്ക് അങ്ങനെയുള്ളവർ നമുക്ക് ഞാൻ പറയും, ഇപ്പം നമ്മൾ സ്കൂളിൽ പോയി സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് കൊടുക്കുമ്പോൾ ചില സ്കൂളുകളിൽ ശരിക്കും പെൺകുട്ടികളെ മാത്രമേ ഇരുത്തുള്ളൂ, ആൺകുട്ടികളെ ഇരുത്തത്തില്ല. ദേ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി അല്ലേ. അവരും ഈ സമൂഹത്തിലോട്ടല്ലേ വരുന്നത്. അവരും അവരുടെ വീട്ടിലുണ്ടാവും, സിസ്റ്റർ ഉണ്ടാവും, അമ്മ ഉണ്ടാവും. അപ്പോൾ അമ്മയ്ക്ക് വയ്യാതാവുമ്പോൾ ദേ ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് അമ്മയ്ക്ക് ഇന്ന് പീരിയഡ്സ് ആണ്, അമ്മയ്ക്ക് വയ്യാത്തതാണ്, ഇതാണ്. അപ്പം ആ ഒരു ഡിസ്ക്രിമിനേഷൻ സ്കൂളിൽ നിന്നേ അത് മാറ്റണം. അതുകൊണ്ടാണ് ഈ പുരുഷന്മാർക്ക് ഈ ഒരു ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ചിന്തിക്കുന്നത്. സ്ത്രീകൾക്ക് ഇത് എപ്പോഴും ഉള്ളതല്ലേ, അത് കുഴപ്പമില്ല, പുരുഷന്മാർക്കില്ലല്ലോ എന്നുള്ളത്. പിന്നെ ടീൻസിൽ ഉണ്ടാവുന്ന മെൻസ്ട്രേഷൻ ബുദ്ധിമുട്ടുകൾ വ്യത്യാസമാണ്. നമ്മുടെ അഡൾട്ട് ആകുമ്പോഴുള്ളത് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. മോസ്റ്റ്ലി എല്ലാവർക്കും അത് ഉണ്ടാവാറുണ്ടല്ലോ. അതും ആളുകൾ അത് മനസ്സിലാക്കാതെ ടീനേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളാണല്ലോ, നമ്മൾ ഫസ്റ്റ് പീരിയഡ്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ വി ആർ ന്യൂ ടു ഇറ്റ്, നമ്മൾ കുറച്ചൊരു ആങ്സൈറ്റി അപ്രിഹെൻഷനൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോവും, പ്രൊവൈഡഡ് വേറെ പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ. അതായത് ഇപ്പം PCOS ഒക്കെ നേരത്തെ വരും. ഓക്കെ, നമുക്കിപ്പോൾ പ്രഗ്നൻറ്റ്, അതായത് നമ്മൾ റീപ്രൊഡക്റ്റീവ് ഏജിലേക്ക്, അതായത് ഒരു പെൺകുട്ടി ഇതായിക്കഴിഞ്ഞാൽ, മെൻസസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഹോർമോൺ സൈക്കിൾ ആക്റ്റീവ് ആവുമല്ലോ. അപ്പോൾ തൊട്ട് ഹോർമോൺ ഇംബാലൻസ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് പ്രോബ്ലംസ് വരും. അതൊന്ന്. അതുപോലെ തന്നെ നമ്മളിപ്പം ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതാവാനുള്ള, അതായത് പീരിയഡ് സമയത്തുള്ള പെയിൻ വരാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസ് എല്ലാം സ്ട്രെച്ച്ഡ് ആണ്. അപ്പോഴത്തേക്ക് നെർവ് എൻഡിങ്സ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് കുറച്ചൊരു അനാറ്റമിക്കൽ വ്യത്യാസം വരും. അതുമൂലം നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ പെയിൻ കുറയാം. പക്ഷെ അത് കുറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഫൈബ്രോയിഡുകൾ വരാം, എൻഡോമെട്രിയോസിസ് വരാം, അപ്പോഴും പെയിൻ വരും. അപ്പോൾ ഈ ടീനേജിലുള്ള പെയിൻ ഡെലിവറി കഴിഞ്ഞാൽ വരില്ല എന്ന് പറയുന്നതിൽ 100% നമുക്ക് അതുമായിട്ട് യോജിച്ച് പോകാൻ പറ്റില്ല. പിന്നെ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ ജനറ്റിക്കലി അമ്മയ്ക്കോ സിസ്റ്റേഴ്സിനോ ഒക്കെ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കും അതുപോലെ തന്നെ വരാം. അതും എൻഡോമെട്രിയോസിസ് പോലെ അസുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതും നമുക്ക് വരാം. ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഹോർമോൺ ഇംബാലൻസും കൂടിയാണല്ലോ, അപ്പം അങ്ങനെ വരാം. അപ്പം അങ്ങനെ ഒരു ഏജ് ഡിസ്ക്രിമിനേഷന് വലിയൊരു റോളൊന്നുമില്ല. ഇപ്പോൾ എഗ് ആൻഡ് എംബ്രിയോ ഫ്രീസിങ് ഭയങ്കര കോമൺ ആയിട്ട് വരാണ്. എസ്പെഷ്യലി സെലിബ്രിറ്റീസ് ആണ് ബിഫോർ 30s അവരുടെ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വയ്ക്കുന്നു. അതിന് ശേഷം അവർക്ക് കുറച്ച് ഏജ് ആയതിനു ശേഷം അവർ പിന്നെ അത് കുഞ്ഞുങ്ങളായിട്ട് ഓക്കെ ആവുന്നു. അപ്പോൾ അത് എത്രത്തോളം സെറ്റാണെന്ന് വെച്ചാൽ അത്ര സെറ്റൊന്നുമല്ല. ഈ കേൾക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നും. പക്ഷെ അത്ര എളുപ്പമല്ല, സുഗമമായ ഒരു കാര്യമല്ല അത്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ പെർഫെക്റ്റ്ലി ഫിറ്റായി. ഇപ്പം ആദ്യം കമ്മിങ് ടു എഗ് ഫ്രീസിങ്, നമ്മൾ ആ എഗ് എന്നുള്ള രീതി, എഗ്ഗിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നമ്മൾ ഫുൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റും ഫുൾ ബോഡി ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഹെൽത്തി എഗ് ആണോ എന്നുള്ളത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് ഹോർമോൺ ഇഞ്ചെക്ഷൻസ് തരും, അതിൽ നിന്ന് നല്ല നല്ല എഗ്ഗുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ആ ഉണ്ടായ എഗ്ഗ് നമ്മൾ പിന്നെ എടുക്കുന്നത് ഒരു OP ബേസ് പ്രൊസീജിയർ അല്ല, നമ്മൾ സെഡേറ്റ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പം എഗെയിൻ പേഷ്യൻ്റ് വിൽ ഹാവ് ടു ഗോ ത്രൂ ദാറ്റ്. അപ്പോൾ ഇത് ഇത്ര ഒരു ലോങ് പ്രോസസ്സാണ്. അത് കഴിഞ്ഞ് എഗ്ഗ് എടുത്തിട്ട് നമ്മളിത് ഫ്രീസ് ചെയ്ത് വെക്കുന്നു. പിന്നെ നമുക്ക് എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്യാം. ഇത്രയാണ് എഗ് ഫ്രീസിങ്. കമ്മിങ് ടു എംബ്രിയോ ഫ്രീസിങ് എന്ന് പറയുമ്പോൾ ഇനി ഇതിൽ നിന്ന് ഒരു പടി മുന്നിലോട്ടാണ്. അപ്പം നമ്മൾ ഈ എഗ്ഗ് എടുത്തിട്ട് സ്പേമും കൂടായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് നമ്മൾ എംബ്രിയോ ആയിട്ട് പിന്നെ ആ എംബ്രിയോയെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നതാണ്. ഇനി കമ്മിങ് ടു ബോത്ത് എഗ് ഫ്രീസിങ് ആണെങ്കിലും എംബ്രിയോ ഫ്രീസിങ് ആണെങ്കിലും ഒരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അതായത് നമ്മൾ കൂടെ ഹോസ്പിറ്റലിൽ പോകണം, നമ്മൾ ചെക്കപ്പ് എല്ലാം ചെയ്തിട്ട് പിന്നെ കുറേ ഹോർമോൺസ്, ഇഞ്ചക്ഷൻസ്, മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് ഇതൊക്കെ നടക്കുകയുള്ളൂ. ഇനി ഈ പ്രോസസ്സ് നടന്നിരുന്നാലും നമ്മൾ എഗ്ഗ് അല്ലെങ്കിൽ എംബ്രിയോ ആയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അന്ന് നമ്മൾ അപ്പോഴത്തേക്ക് ഈ പ്രൊസീജിയറിന് പോവുകയാണെങ്കിലും ഒരു ഗ്യാരൻറ്റി ഇല്ല നമ്മൾ പ്രഗ്നൻ്റ് ആവും എന്നുള്ളത്. 100% ഗ്യാരൻറ്റി ഇല്ല. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയാലും നമ്മളൊരു ഹെൽത്തി ബേബിക്ക് ജന്മം കൊടുക്കും എന്നുള്ളതും 100% ഗ്യാരൻറ്റി ഇല്ല. ഇപ്പോൾ കൊടുക്കുന്ന ബേബി ഇപ്പോൾ ജന്മം കൊടുത്താലും ആ ബേബിക്ക് ഫ്യൂച്ചറിൽ ഫുൾ ഹെൽത്തി ആയിരിക്കും. അതായത് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഓട്ടിസം ഒക്കെയാണ്, അങ്ങനത്തെ ഒന്നും വരില്ല എന്നുള്ളതും ഒരു ഗ്യാരൻറ്റി ഇല്ല. പിന്നെ ഇത് ഫസ്റ്റ് ഹാൻഡ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നത് ഇപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ പണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ യങ് ആയിട്ടൊക്കെ, ഇപ്പോൾ ജസ്റ്റ് കല്യാണം കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ തന്നെ ഓവറിൻ ക്യാൻസർ അങ്ങനെയൊക്കെ വരുന്നവർക്ക്, അല്ലെങ്കിൽ എന്ത് ക്യാൻസർ ആയിക്കോട്ടെ, കീമോതെറാപ്പി റേഡിയേഷനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അവർ പിന്നെ മെനോപോസിലേക്ക് പോകും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്ത് വെക്കാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. ഇപ്പം നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഇപ്പോൾ പ്രഗ്നൻസി വേണ്ട, ഒരു 10 വർഷം കഴിഞ്ഞ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് വെക്കാം. ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, സേഫ്
സേഫാണ്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ച് 10 വർഷം കഴിഞ്ഞ് നമ്മളത് എടുത്താൽ പ്രഗ്നൻ്റ് ആവും എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അതും സേഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ലൈവ് ബർത്ത് കിട്ടും എന്നുള്ളതൊന്നും 100% ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഈ സെയിം സെക്സിലൂടെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ എണ്ണം കൂടുതലല്ലേ? അതപ്പോൾ എങ്ങനെയാണ് അവർ പ്രിവെൻറ്റ് ചെയ്യുക? ഓക്കെ, ഇപ്പം ലൈക്ക് ഹോമോസെക്ഷൽസ് വളരെ കോമൺ ആണ്. ഇപ്പം അതുമൂലം ഉണ്ടാകുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസും കോമൺ ആണ്. ഇപ്പം ഹോമോസെക്ഷലിനെ സംബന്ധിച്ച് കൂടുതലും വരുന്നത് ഓറൽ സെക്സ്, ഏനൽ സെക്സ് ഒക്കെയാണ്. അപ്പം അങ്ങനെ ആകുമ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ തെറ്റിദ്ധാരണ നമുക്ക് വജൈനൽ സെക്സിൽ മാത്രമേ STIs കിട്ടൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് ഈ ഹോമോസെക്ഷലിനിടയിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കൂടുതൽ. കാരണം അവർ ബാരിയർ മെത്തേഡ്, അത് കോണ്ടം യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ അവർ ചെക്കപ്പിന് ഒന്നും പോകുന്നുമില്ല, വേറെ രീതിയിലൊന്നും വരുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പം അവർ ശ്രദ്ധിക്കേണ്ടത് മെയിൻ സെക്സ് ഹൈജീൻ, പ്രോപ്പർ ഹൈജീൻ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വാട്ട് കൈൻഡ് ഓഫ് സെക്സ് യു ആർ ഹാവിങ്, എവറി ടൈം യൂസ് എ കോണ്ടം, അതും പ്രോപ്പർലി യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഹോമോസെക്ഷൽസിൽ ഇപ്പം അവർ ഓറൽ സെക്സ് ചെയ്യുന്നുണ്ട്, ഏനൽ സെക്സ് ചെയ്യുന്നുണ്ട്. കൂടുതലും അവർ യൂസ് ചെയ്യുന്നത് സെക്സ് ടോയ്സ് ആണ്. സെക്സ് ടോയ്സ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര ഈസിലി അവൈലബിൾ ആണ്. അപ്പം സെക്സ് ടോയ്സ് യൂസ് ചെയ്യുമ്പോൾ ഇവർ ശരിക്കും ദർ ഇസ് എ കോമൺ ടോയ് എമംഗ് എവരി വൺ, അത് ചെയ്യാൻ പാടില്ല. അത് യു കീപ്പ് വൺ തിങ് പേഴ്സണലി ഫോർ യുവർ സെൽഫ്, അങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹോമോസെക്ഷൽസ് ആണെങ്കിലും നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ നമുക്ക് സ്ക്രീനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രീനിങ് ഇൻ ദ സെൻസ് ചെക്കപ്പ് വേണം. വാക്സിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ HPV വാക്സിൻ ഉണ്ടല്ലോ, HPV വാക്സിൻ ശരിക്കും സ്ത്രീകൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും എടുക്കാം. ആണുങ്ങൾക്കും വരുന്നുണ്ട് HPV റിലേറ്റഡ് ക്യാൻസേഴ്സ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓറൽ സെക്സ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾക്ക് ആ തൊണ്ടയുടെ മധ്യഭാഗത്ത് ഓറോഫെറിഞ്ചൽ ക്യാൻസർ എന്ന് പറയും, അതിൻ്റെ റേറ്റ് ഇപ്പോൾ ഭയങ്കര കൂടുതലായിട്ടുണ്ട്. അതിൻ്റെ ഒരു കോസ് ഈ എമേർജിങ് ആ ഒരു സെക്ഷൽ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ ഹോമോസെക്ഷൽ റേറ്റ് കൂടുതലാണ്. ഓറൽ സെക്സ്, ഈവൻ ബൈസെക്ഷൽ ആണെങ്കിൽ ഓറൽ സെക്സ് ഇസ് ഓൾസോ ഗെറ്റിംഗ് വെരി കോമൺ. അപ്പോൾ ബാരിയർ ഇല്ലാതെ ചെയ്യുമ്പോൾ വരുന്ന ക്യാൻസറൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വാക്സിനേഷൻ എടുക്കണം, ചെക്കപ്പും വേണം, സേഫ് സെക്സ് പ്രാക്ടീസ്, ആൻഡ് ഓൾസോ ഇഫ് പോസിബിൾ റെഡ്യൂസ് ദ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. എത്രയോ പാർട്ട്നേഴ്സ് കുറയുന്നുണ്ടോ നമുക്ക് അത്രയും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറവാണ്. ഇത്രയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും എടുത്തെടുത്ത് പറയുന്നത് വാക്സിനേഷനാണ്. ഗെറ്റ് യുവർ സെൽഫ് വാക്സിനേറ്റഡ് as early as possible.